ചേച്ചിയാണ് നമുക്ക് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ ഞങ്ങൾ ഡാഡിയുടെ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ ഡാഡിയുടെ സ്പേസ് ആണ്, ഡാഡിയാണ് ഞങ്ങൾക്ക് തരേണ്ടത്. നമുക്ക് യൂഷ്വലി നമ്മൾ റെന്റിന് കൊടുത്തിരിക്കുമായിരുന്നു. തുടക്കത്തിൽ നമ്മൾ ഇതേപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അത് ഹൈ സീസൺ. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത് എക്സാക്ട്ലി ഇത് മടക്കയുടെ പീക്ക് ആസാം. ഈ സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ്. ദാറ്റ് ഇസ് വെരി മസ്റ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 1 day ബിഫോർ നമുക്ക് അറിയുന്ന ഒരു ആള് വന്ന് കെഫേയിൽ വന്നിട്ട് അയ്യോ നിങ്ങൾ ഇതൊക്കെ തുടങ്ങിയാൽ ശരിയാവോ. പിന്നീട് അയാൾ വരുന്ന സമയത്ത് പല സമയത്തും നമുക്ക് സീറ്റ് നമ്മൾ നേരിട്ട് ഇടപെട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കല്ലുകടി ഉണ്ടായിട്ടുണ്ട് കുറെ പേർക്ക്, ഒരുപാട് പേർക്കല്ലോ പരിചയത്തിലുള്ള കുറെ പേര് മക്കളെ ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ വിടരുത് കേട്ടോ, ഓരോ കല്യാണം കഴിപ്പിച്ചു പെട്ടെന്ന് കെട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കയറി വിടാൻ പോയ ഒരു കല്യാണം ഒന്നും വേണ്ടെന്ന് പറയും കേട്ടോ. കുറെ പേര് വന്നവർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് ഫ്യൂ വീക്സ് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. തുടങ്ങി ആദ്യത്തെ 1-2 ആഴ്ചയിലൊക്കെ നമുക്ക് നിങ്ങൾ ഒന്നുകൂടെ നോക്കണം കേട്ടോ, അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി കഴിച്ചു നോക്ക്, ഇത് പോയി കഴിച്ചു നോക്ക്, നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വേദനയാണ്. കാരണം ഇതും പറയുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ എന്നുള്ള രീതിയിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഹലോ ആൻഡ് വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് വോയിസ് അപ്പ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളുടെ കൂടെ 2 സ്പെഷ്യൽ ഗസ്റ്റുകളാണുള്ളത്. യെസ്, അത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആവുന്നതെന്ന് വെച്ചാൽ നമ്മൾ വോയിസ് അപ്പ് പോഡ്കാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നു ഒരു ലേഡി ഓണ്ടർപ്രണർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ബെറ്റർ. ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ള കാര്യം. സോ ഇന്ന് ഒന്നല്ല 2 പേരാണ് നമ്മുടെ കൂടെയുള്ളത്. യെസ്, കോഴിക്കോട്ടുകാർക്ക് ചാട്ട് ഐറ്റംസ് പരിചയപ്പെടുത്തുകയും അതിലൂടെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുകയും ചെയ്ത 2 യങ് ആയിട്ടുള്ള സിസ്റ്റേഴ്സ് ആതിര ആൻഡ് ചിത്തിര. അപ്പോൾ വോയിസ് അപ്പിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ പോവുകയാണ്. എങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ അത് സ്കെയിൽ ചെയ്യാം, എങ്ങനെ നമുക്ക് നല്ല ഷെഫുമാരെ ഹയർ ചെയ്യാം, എങ്ങനെ അവരെ നിലനിർത്താം, കസ്റ്റമർ റിട്ടൻഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഫ്രാഞ്ചൈസ് ഓപ്ഷൻസ്, ഇൻവെസ്റ്റേഴ്സിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അൾട്ടിമേറ്റ്ലി എങ്ങനെ എത്ര ഈസി ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് ഫ്രം ബിഗിനിങ് ടു എ സക്സസ്ഫുള്ളി റണ്ണിങ് എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ കവർ ചെയ്യുന്നുണ്ട്. സോ വി ആർ കവറിംഗ് എവറിത്തിങ് റെസ്റ്റോറൻറ്റ് ബിസിനസ് ഹിയർ. ഡു വാച്ച് ഇറ്റ് ടിൽ ദി എൻഡ്. ഫുഡിന് അത്രയും പേരായിട്ടുള്ള കോഴിക്കോട് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് വെച്ചിട്ട് വേറൊരു പരീക്ഷണം. എങ്ങനെയായിരുന്നു മടുക്കയുടെ തുടക്കം? മടുക്ക ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ് ആണ് ഇത്. ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. ഞങ്ങൾ 2 പേരും ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരല്ല. നമുക്ക് ആകെ അറിയുന്നത് ഫാമിലിയിൽ അമ്മ ഷീസ് ഡൂയിങ് ബിസിനസ്. അപ്പം അതായിരുന്നു നമുക്ക് ആകെ അറിയുന്നൊരു ബിസിനസ് സംരംഭം. ആക്ച്വലി ഇത് മടുക്ക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഫുഡ് കെമിസ്ട്രിയാണ് പഠിച്ചത്. അപ്പം ഫുഡിന്റെ ഹൈജീൻ, ക്ലെൻലിനെസ്, ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിൻ പാർട്സ്. അതായത് ക്വാളിറ്റി ചെക്കിങ്, ക്വാളിറ്റി അനാലിസിസ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്ത് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യമാണ് ഈ സ്ട്രീറ്റ് ഫുഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇല്ലില്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലാനും ഇല്ലായിരുന്നു ഈ പരിപാടി. പഠിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഞാൻ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ചെയ്യണം, എവിടേക്ക് പോകണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഈ കോവിഡ് വന്നപ്പോഴാണ് ഇതിനൊരു ക്ലാരിറ്റി വന്നത്. അതെ ആക്ച്വലി യെസ്, അതുപോലെ ഒന്ന് തന്നെ. അപ്പം ഇത് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമ്മൾ പഠിച്ചും തുടങ്ങിയത്. കുറേ ട്രയൽ ആൻഡ് എറർ. നമ്മള് ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങണം എന്നൊരു ആഗ്രഹം തോന്നി. നമ്മളുടെ ഫസ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പരസ്പരം കൺവിൻസ് ചെയ്യാന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെക്സ്റ്റ് ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൺവിൻസ് ചെയ്യാന്നുള്ളത്. അപ്പം വീട്ടിൽ പറഞ്ഞപ്പോൾ അവർ ഓക്കെ ആയി. ആ ഒരു പോയിന്റ് തൊട്ടിട്ട് നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ കുറേ മിസ്റ്റേക്സ് ചെയ്തു, പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു കാര്യം മാത്രം, നമ്മുടെ ക്വാളിറ്റി, നമ്മുടെ കൺസിസ്റ്റൻസി, ഇത് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഓഫ് കോഴ്സ് കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഓരോന്നും എടുത്ത് ഇനീഷ്യലി ഉള്ളതെന്ന് ഒരുപാട് നമ്മൾ മാറിയത് ബിക്കോസ് ഓഫ് ഈ റിവ്യൂസ് ആണ്. ഈ ഫുഡ് കെമിസ്ട്രി എന്ന് പറയുന്ന കോഴ്സ് എത്ര ബെനിഫിഷ്യൽ ആയിരിക്കും for somebody who's planning to start a restaurant? Definitely, food chemistry deal ചെയ്യുന്നത് ക്വാളിറ്റി ബേസിസും അതുപോലെ റോൾ ഓഫ് ഇൻഗ്രീഡിയൻസ് ഇൻ ദ ഫുഡ് ആക്ച്വലി മെയിൻലി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹെൽപ്ഫുൾ ആയത് അതിൻ്റെ ഹൈജീൻ, ക്ലെൻലിനെസ്, പിന്നെ ലേ ഔട്ടിങ്, അതുപോലെ ബിസിനസ് നമുക്കൊരു പേപ്പർ സ്റ്റഡി ആയിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡീസിലേക്ക് നമ്മൾ പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് ഈ പറയുന്ന പോലെ ക്ലെൻലിനെസ് തന്നെ. സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോലും നമ്മൾ കഴിക്കാത്തതിൽ പലതും അതിൻ്റെ ഒരു നീറ്റ്നെസ്, അതിൻ്റെ ഹൈജീൻ ഒക്കെ ഒരു പ്രശ്നമായതുകൊണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇതിലാണോ നിങ്ങൾ മടുക്ക അങ്ങോട്ട് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലയിൽ? ഞങ്ങളുടെ USP തന്നെ അതാണ് ആക്ച്വലി. നല്ല ക്വാളിറ്റി ഫുഡ് ഹൈജീനിക് ആയിട്ട് സെർവ് ചെയ്യാന്നുള്ളത്. ഈ പറഞ്ഞ കൺസേൺ ഞങ്ങളും പണ്ട് ഭയങ്കരമായിട്ട് ഇത് കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഇത് വാങ്ങിക്കൂടി തരാൻ പേടി. കാരണം ഈ ഉന്ത് വണ്ടിയിലുള്ള ഒരു ക്ലെൻലിനെസ്, അതിൻ്റെ ഒരു എത്ര പോയാലും അത്
ഒട്ടും ധൈര്യം ആവില്ലല്ലോ മക്കൾക്ക് അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ ഈച്ച് ടൈം നമുക്ക് ആഗ്രഹം തോന്നും, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് തന്നെയുള്ള പ്രോബ്ലമാണ് ഞങ്ങൾ റിസോൾവ് ചെയ്തത് വിത്ത് മട്ക. പാഷനുമാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അതിന്റെ എങ്ങനെയാണ് ആ പേരിലേക്ക് എത്തുന്നത് മട്ക? നമ്മൾ ഇനീഷ്യലി നമുക്ക് വേറെ കുറേ പേരുകളുണ്ടായിരുന്നു. ശരിക്കും മടുക്ക എന്ന് പറഞ്ഞാൽ earthen pots, നമ്മള് മണ്ണിന്റെ പോട്ട്സ്. MITK ആണ് മട്കയുടെ സ്പെല്ലിങ്. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു ഓൾട്രേഷൻ മണ്ണിന്റെ എന്നുള്ളത്, അത് മട്ക ഹിന്ദി അങ്ങനെ കൂടെ ഉണ്ട് അതിന്. അങ്ങനെ അത് എന്റെ ഫാദറും മദറും കൂടെയാണ് ആക്ച്വലി വീടില്ല. ക്രിസ്പ് ആയിരിക്കണം എന്നുണ്ടായിരുന്നു. ഒരുപാട് ഒരു ഭയങ്കര എലാബറേറ്റ് ഒരു വലിയ പേരല്ല, അതൊരു ക്രിസ്പ് ആയിരിക്കണം, പക്ഷെ അത് കേൾക്കുമ്പോൾ ക്യൂട്ട് ആയിരിക്കണം, സംതിങ് ലൈക്ക് അങ്ങനെ. പിന്നെ നല്ലൊരു ടാഗ് ലൈനും കൂടെ കൊടുക്കണമെന്നുണ്ടായിരുന്നു, മട്ക പോട്ട് ഓഫ് ഫ്ലേവേഴ്സ്. അങ്ങനെ പേരൻസിന്റെ കേസ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒരു വെഞ്ചറിലേക്ക് ഇറങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ പേരൻസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു? അത് സപ്പോർട്ടീവ് ആയിരുന്നു അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അവർക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഡെഫിനറ്റ്ലി നമ്മൾ എന്താ ചെയ്യുന്നത്, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ചേച്ചിയാണ് നമുക്ക് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾ നല്ലോണം ഡിസ്കസ് ചെയ്തു. അത് കുറേ ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നപ്പോൾ ഞങ്ങൾ ഡാഡീനെ അമ്മേനെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോൾ ഡാഡിയുടെ സ്പേസ് ആണ്, ഡാഡിയാണ് ഞങ്ങൾക്ക് തരേണ്ടത്. പ്രിവിലേജ് ഉണ്ട് നമുക്ക്, അതായത് ആ ഒരു സ്പേസ് നമുക്ക് യൂഷ്വലി നമ്മൾ റെന്റിന് കൊടുത്തിരിക്കുവായിരുന്നു. ഡാഡിക്ക് ഇപ്പോൾ റെന്റ് കൊടുക്കുന്നുണ്ടോ? ഇനി തുടങ്ങും. അതാണ് നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഫൈനാൻസ് മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു എമൗണ്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെ അതെ. അപ്പം ഇപ്പൊ നമ്മൾ അതും കൂടി ശ്രദ്ധിച്ചു തുടങ്ങി. തുടക്കത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. നിങ്ങളുടെ ഏത് ഏജിലാണ് ശരിക്കും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് എത്തുന്നത്? I was 23. 80. അതെ അതെ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പുഷ് കിട്ടിയത് ഡാഡിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ അമ്മ ബിസിനസ് ആണ്, ഇപ്പൊ ഞങ്ങൾ ഇതിലേക്ക് വന്നു, ഒരു വലിയ കൈ കൊടുക്കേണ്ടത് ഡാഡിക്കാണ്. ബിക്കോസ് എല്ലാത്തിനും നമ്മള് അമ്മയ്ക്കും ഒരു അങ്ങനെ ഒരു സ്പേസ് ഡാഡി തന്നെയാണ് പുഷ് ചെയ്ത് അമ്മേനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ഞങ്ങൾക്കും ഇപ്പൊ ഇങ്ങനെ ഒരു സ്പേസ് ഡാഡിയാണ് കംപ്ലീറ്റ് നമ്മുടെ ബാക്ക് ബോൺ. നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഡാഡിന്റെ ഒരു വലിയ സ്ട്രെങ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിച്ചെടുത്തപ്പോഴും ആളുടെ കൺസേൺസ് കിച്ചൺ സ്പേസ് ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരു റെസ്റ്റോറന്റ് എന്ന് പറയുമ്പോൾ ഫുഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ കിച്ചൺ ആണ് അതിന്റെ സെന്റർ, ലൈക്ക് എവറിത്തിങ് ഇസ് ദയർ. അപ്പം ഈ കിച്ചൺ സ്പേസ്, കിച്ചൺ എക്യുപ്മെന്റ്സ്, ഇതൊക്കെ ജനറലി റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് വരുന്ന ഒരു പാർട്ടാണ്. അപ്പം വി തോട്ട് വിൽ ഡു സംതിങ് ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ ഇപ്പൊ ഈ ഉന്തുവണ്ടി തന്നെ അതിനൊരു വലിയ എക്സാമ്പിൾ ആണ്. അവിടെ തന്നെ അവരൊരു 10-20 ഐറ്റംസിൽ ഉന്തുവണ്ടി തന്നെ സംഭവം കൊടുക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന നമുക്ക് കുക്കിംഗ് വിത്തൗട്ട് ഫയർ, അതാണ് നമ്മൾ ഇപ്പോൾ ചാട്സിലും മോസ്റ്റ് ഓഫ് ദി ഡിഷസ് നമുക്ക് ഫയർ വിത്തൗട്ട് ഫയർ ആണ്. അപ്പം നമുക്കറിയാം ചാട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദീസ് പഫ്ഡ് കോൺ പൂരീസ്, അതുപോലെ തന്നെ നമ്മുടെ പഫ്ഡ് റൈസ്. മെയിൻ മിക്സിങ്ങിലാണ്, ആ ഒരു പ്രൊപ്പോർഷൻ മിക്സിങ്ങിലാണ് ഇത്. നമ്മൾ ഫയറിന്റെ യൂസ് ചാട്സിൽ അധികം വരുന്നില്ല. പിന്നെ കോവിഡിന്റെ പീക്ക് ടൈമിലാണ് നമ്മൾ ഈ കോൺസെപ്റ്റും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ കുറേ ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് വലിയൊരു കിച്ചണൊക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോസിബിൾ ആണ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പുറത്തു പോകാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞാൽ നമുക്ക് ഇത്രയും പൈസക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതും പോസിബിൾ അല്ല. അതും ഒരു ഐഡിയ ഇല്ലാത്ത പരിപാടി. അതെ അതെ. ഇത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 12 lakhോളമാണ് നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത് ഇനീഷ്യലി. അത് അത്രയും വന്നു. കാരണം ആ സ്പേസ് സെറ്റപ്പ് ചെയ്തെടുക്കാനും ഇന്റീരിയേഴ്സ്, പിന്നെ നമ്മൾ ഇന്റീരിയേഴ്സിൽ കുറച്ചധികം ശ്രദ്ധ കൊടുത്തു. ബിക്കോസ് ഞാനിങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു സ്പെഷ്യാലിറ്റി, ഒരു സ്പെസിഫിക് ആയിട്ടൊരു സംഭവം കൊണ്ടുവന്നാൽ അതിന് കുറച്ചുകൂടി അക്സെപ്റ്റൻസും അതിന് കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ഉണ്ടാവും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഐ തോട്ട് ഒരു നോർത്ത് ഇന്ത്യ നമ്മൾ ഈ വളരെ ക്ലീഷയായിട്ട് കണ്ടുവരുന്ന സ്റ്റെരിയോട്ടിപ്പിക്കൽ ആയിട്ടുള്ള കുറെ ഒരു കഫേ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നതല്ലാതെ അത് ബ്രേക്ക് ചെയ്ത് കുറച്ച് റോ ആയിട്ട് ഒരു ക്യാരക്ടർ കൊടുക്കണമെന്നുണ്ടായിരുന്നു കഫേക്ക്, ഒരു യുണീക്നെസ്. ഒരു ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ഫീൽ കിട്ടണം. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയിക്കൊണ്ടിരുന്നു, അപ്പം നമുക്ക് ആ ഒരു ഫീൽ, ആ ഒരു വൈബ് ഒരു ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ കാലിക്കറ്റ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ഇല്ല, അങ്ങനെ നമുക്ക് ചിൽ ഔട്ട് ചെയ്യാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസ്, യൂഷ്വലി നമുക്ക് കിട്ടുന്ന റിവ്യൂ അത് ആംബിയൻസ്, നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോയ പോലത്തെ ഒരു ഫീൽ എന്ന് പറയും, അത് കിട്ടണം എന്ന് ഭയങ്കര നിർബന്ധം. അതെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇന്റീരിയേഴ്സ്. നമ്മളിങ്ങനെ അത്യാവശ്യം നോർത്തിലേക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നോട്ടീസ് ചെയ്യും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫീച്ചേഴ്സ്, സംതിങ് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും നമുക്ക് എങ്ങനെ നമ്മുടെ കഫേയിൽ ഇത് കൊണ്ടുവരാം ഇതൊക്കെ നോക്കും. അപ്പം
അതൊക്കെ രസമാണ്. അപ്പോൾ ഈ ബസ്സിന്റെ കാര്യം അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടതാണ് സാധനം. വി തോട്ട് ലൈക്ക് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് നന്നായിരിക്കില്ലേ, ആൾക്കാർ എൻജോയ് ചെയ്യില്ലേ കാണാൻ. പറയുന്നത് നമുക്ക് അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഒത്തിരി ചിന്തിച്ചു പോയാലും ചിലപ്പോൾ നടക്കില്ലായിരിക്കും. പക്ഷെ നമ്മളത് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഡാഡിനോട് പറഞ്ഞു, ഡാഡി ഓക്കെ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് വേറെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. വി ഹാവ് എ ഗുഡ് ടീം ടു വർക്ക് വിത്ത്. ഇപ്പം കമ്മിങ് ടു ഇന്റീരിയേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പറയുന്ന കാര്യം അങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ടീമുണ്ട്. എസ്പെഷ്യലി പേരെടുത്ത് പറയുകയാണെങ്കിൽ സുബിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഇന്റീരിയേഴ്സ് എവറിത്തിങ് പറയും. സുനിൽ എന്നിട്ട് ആർട്ടിസ്റ്റാണ്. നമുക്ക് ഇപ്പം അത് നമ്മുടെ പാലാഴി റൂട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാ ബസ്സാണ്, ലൈൻ ബസ്സാണ്. പക്ഷെ അതിനൊരു ലോറി സെറ്റപ്പ് ആക്കി നമ്മളത് വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ, ഇത് ഇങ്ങനെ ലോറി ആവോ, നമ്മൾ കൊണ്ടുവച്ച് കഴിയുമ്പോൾ ഇതേ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിന്റെ ഒരു ആർട്ടിസ്റ്റിക് സാധനം, ലോറിയുടെ ഫ്രണ്ട് അത് ആർട്ടിസ്റ്റിന്റെ കഴിവാണ്. സോ ഇങ്ങനെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ടീം കൂടെ വന്നപ്പോഴാണ് അത്രയും ബ്യൂട്ടിഫുൾ. ടോക്കിംഗ് അബൌട്ട് ടീം, ഇപ്പൊ നിങ്ങൾ നോർത്ത് ഇന്ത്യൻ ക്യൂസിൻ സെലക്ട് ചെയ്തു. അപ്പൊ ഏത് ഇപ്പൊ ഒരു പുറമെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, റെസ്റ്റോറൻറ്റ് നടത്താത്ത, റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ മാത്രം പോകുന്ന എന്നെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം റെസ്റ്റോറൻറ്റ് ബിസിനസ് എപ്പോഴും ചലഞ്ചിങ് ആണ്. ഒരേപോലെയുള്ള ടേസ്റ്റ് ആളുകൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. എങ്ങനെയാണ് നിങ്ങൾ ആ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്? അപ്പോൾ ഒന്ന് കൂടുതൽ ഷെഫ്മാരുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു കൺസേൺ, അപ്പോൾ ഒരു ഷെഫ് കുക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു ഷെഫ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ ഒരു ദിവസം ലീവ് ആയാലും വേറെ ആളെ കൊണ്ടുവന്ന് കേൾപ്പിക്കണം. അപ്പോൾ ചിലപ്പോൾ അതേ ടേസ്റ്റ് കിട്ടൂല, കസ്റ്റമേഴ്സ് ചിലപ്പോൾ നിങ്ങൾ പരാതി പറയും. അങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? നമ്മൾ ഇനീഷ്യലി കുറേ ഫുഡ് ട്രൈ, നമുക്ക് ആദ്യം നമുക്ക് എന്താ വേണ്ടത് എന്നുള്ള നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനീഷ്യലി നമ്മൾ രാജസ്ഥാൻ, നമുക്ക് ആ ഒരു ഒത്തൻറ്റിക് രാജസ്ഥാനായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത് നമ്മുടെ ഫ്ലേവേഴ്സിൽ. അപ്പം നമ്മളൊരു ഷെഫിനെ കൊണ്ടുവന്നു, നമ്മൾ ഫുഡ് ട്രയൽസ് പോയി, ഒരുപാട് ഫുഡ് ട്രയൽസ് പോയി. ആദ്യം വന്നപ്പം ഭയങ്കര എക്സ്ട്രീം ഫ്ലേവേഴ്സ് ആയിരുന്നു. ഒത്തൻറ്റിക് രാജസ്ഥാനി ഫ്ലേവേഴ്സ് ഭയങ്കര എക്സ്ട്രീമാണ്. അത് നമുക്ക് മലയാളികൾക്ക് പെട്ടെന്ന് കൊടുത്താൽ അവർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അപ്പം നമ്മൾ അതിന് ബാലൻസ് ചെയ്ത് നമുക്ക് പറ്റിയ ഒരു ഫ്ലേവേഴ്സ് സെറ്റ് ചെയ്ത് നമ്മൾ ആ റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ഷെഫ് ആര് വന്നാലും നമ്മൾ റെസിപ്പി ഞങ്ങളുടെയാണ് സെറ്റ് ചെയ്തു. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ. ഇപ്പം നമ്മൾ ആ കംപ്ലീറ്റ്ലി ആ ഷെഫിനെ റിലൈ ചെയ്യരുത്. പിന്നെ ട്രെയിനിങ്, ലൈക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റാഫ് മെയിൻ്റനൻസ് ആണ് ഈ ഫുഡ് ബിസിനസ്സിൽ അനദർ ബിഗ് തിങ് ടു ഹാൻഡിൽ ആക്ച്വലി. അപ്പം നമുക്ക് ആദ്യം തൊട്ടേയുള്ള കുറേ പേര് തന്നെ ഉണ്ട്, എന്നാലും ഇടയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു മാസ്റ്റർ ഷെഫ് ഉണ്ട്, ആള് തന്നെ നമ്മളുടെ വരുന്ന ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഈ റെസിപ്പി അവിടെ ഉള്ളതുകൊണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് മിക്സിങ് അപ്പ്. അപ്പം അതിന് പെർഫെക്റ്റ് പ്രൊപ്പോർഷനിൽ അത് വരികയാണെന്നുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല. ബട്ട് സ്റ്റിൽ ഇത് മാറാറുണ്ട്. കസ്റ്റമേഴ്സ് ഇടയ്ക്ക് നമുക്ക് പറയും, നിങ്ങൾ ഷെഫ് മാറിയോ, ടേസ്റ്റ് മാറിയിട്ടുണ്ടല്ലോ, ദിസ് തിങ് വിൽ കം. പക്ഷേ ഇപ്പൊ ആള് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം, നമ്മളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ റെഗുലർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് പല ടേസ്റ്റ് ആയിരിക്കും, പല ഫ്ലേവേഴ്സ് ആയിരിക്കും. അത് വലിയൊരു ചാലഞ്ചാണ് ചാട്സിനെ സംബന്ധിച്ച്. ചാട്സ് ഭയങ്കര ഓരോ സ്ഥലത്തും ഓരോ ഫ്ലേവേഴ്സ് ആണ്. ഇപ്പം ബോംബെ പോയി കഴിക്കുന്ന ചാട്ടല്ല നമുക്ക് ഡൽഹിയിൽ കിട്ടുന്നത്. അപ്പം ചാട്സ് എല്ലായിടത്തും ഡിഫറെൻ്റ് ആണ്. നമുക്ക് വേണ്ട, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം സെറ്റപ്പ് ചെയ്തു, അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അത് ഒതന്റിക് ആണ്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഒരെണ്ണം ഒതന്റിക് ആണെന്ന് പറയാൻ പറ്റില്ല. ഓരോ നാടിൻ്റെ ആണ് ചാട്സ്. നോർത്തിൽ എവിടെ പോയി കഴിച്ചാലും അതിന് പല പേര് തന്നെ. ഇപ്പോൾ പാനിപൂരി ഗോൾഗപ്പയാണ്, ബംഗാളിൽ പോയാൽ പുച്ക എന്ന് പറയും. അപ്പം അത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ നമ്മുടെ ഒരു റെസിപ്പി സെറ്റപ്പ് ചെയ്തു, അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒതന്റിസിറ്റി കളയാതെ തന്നെ ആക്ച്വലി അങ്ങനെ. കാരണം ഈ പറയുന്ന പോലെ പൂരീസ് ആൻഡ് ഈ പല നാട്ടിലും ബ്ലാക്ക് ചന്നാസ് അതിൻ്റെ ഉള്ളിൽ ഇടുന്നത്, നമ്മൾ പൊട്ടറ്റോസ് ആണ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ വ്യത്യാസങ്ങൾ വരും. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളൊരു സംഭവം സെറ്റപ്പ് ചെയ്തിട്ട് അത് ഫോളോ ചെയ്യുന്നു. ആക്ച്വലി ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ വെറൈറ്റി ഡിഷസ് സെർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു മെനു എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ഇപ്പൊ നമ്മൾ ചായ കുടിക്കുന്ന ആൾ എന്തായാലും ഒരു കടി വാങ്ങും. അപ്പം അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് പ്രോഫിറ്റിന്റെ മാർജിനൊക്കെ വരുന്നത്? അതെ, പ്രത്യേകിച്ച് ചാറ്റ്സിന്റെ കേസിലാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൈസ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ ഒപ്റ്റിമം വേല് പ്രൈസ് ചെയ്യുന്നതും പ്രോഫിറ്റബിലിറ്റിയിലേക്ക് മീറ്റ് ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ചായ എന്ന് പറയുന്നത് വളരെ, ഇപ്പൊ നമ്മുടെ മറ്റേ തന്നെ ചായ കുടിക്കാൻ വരുന്നവരാണ് മോസ്റ്റ് ഓഫ് ദം. ഇപ്പം നമുക്ക് മെയിൻ കോഴ്സസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പീക്ക് ഹൗസ് എന്ന് പറയുന്ന ഒരു 5 to 8, 5 to 9 ആ ടൈമാണ്. അപ്പോൾ ഈ സമയത്ത് വന്നൊരു ചായ കുടിക്കുന്ന ആള് ചിലപ്പോൾ ചായക്കൊരു 30 രൂപ അല്ലെ 40 രൂപ ആയിരിക്കും. പക്ഷേ ഇത് ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു റാപ്പ് അല്ലെങ്കിൽ ഒരു ചാട്ട് ഓർഡർ ചെയ്യും വിച്ച് ഇസ് ഓഫ് 80 rupees. അപ്പം ഈ ഒരു സാധനം ഇസ് വർക്കിംഗ് ദർ.
ഏറ്റവും കൂടുതൽ പോകുന്നതും എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ഒരു വികാരമായതുകൊണ്ടാണോ ചായക്ക് ഫാൻസ് ഉണ്ട്. അത് നമ്മുടെ ചായക്കാണെങ്കിൽ നമ്മൾ ചായ അല്ല ഫോക്കസ് ചെയ്തത്, പക്ഷെ ചായക്കാണ് ഇപ്പൊ കൂടുതൽ ഇമ്പോർട്ടൻസ്. ദാറ്റ് തിങ് ഇസ് വർക്കിംഗ് ഹിയർ ഇൻ ബിസിനസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഈ ചാട്ട് എന്ന് പറയുന്നതും ഓർഡർ ചെയ്യുമ്പോൾ മോമോസ് നമ്മുടെ അനദർ തിങ്. ഇത് ബാലൻസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിഷാണ് ആക്ച്വലി വെൻ ടോക്കിംഗ് അബൌട്ട് ഫൈനാൻസ്. ആ ഒരു സൈഡിൽ വെച്ച് നോക്കുമ്പോൾ ചാട്ട് ഇപ്പോൾ നമുക്ക് 80 rupees ആണെങ്കിൽ മൊമോസിലേക്ക് വരുമ്പോൾ നമുക്ക് നോൺ വെജ് ഉണ്ട്, ഓപ്ഷൻസ് പ്രൈസിങ് ചെയ്യാൻ പറ്റും. ചാർട്സ് ഓഫ് കോഴ്സ് നമുക്ക് ഒരു ഇതിന്റെ മുകളിലേക്ക് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അത് ഓൾവേസ് അത് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് വേറെ ഡിഷസ് ഉണ്ട്. നമ്മൾ മെനു എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. മടുക്ക എന്ന് പറഞ്ഞ കഫ ഇപ്പൊ കാലിക്കറ്റ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം മടുക്ക എന്ന് പറഞ്ഞ ഒരു കഫ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞ ഒരു ബ്രാൻഡ് അവരുടെ പ്രൈസ് ചെറിയ രീതിയിലൊന്ന് കൂട്ടാനുള്ള ചാൻസ്. അപ്പൊ മടുക്കക്ക് ഇനി അങ്ങനെ ഉള്ളതായിരുന്നു. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ വരുന്ന ഇൻഫ്ലേഷൻ ആണ്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന പ്രൈസിങ്ങിലല്ല ഇപ്പൊ നമുക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നത്. ഇപ്പൊ ക്യൂമിനൊക്കെ എനിക്ക് തോന്നുന്നു 240 രൂപ ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ 780 രൂപയിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു ഹ്യൂജ് ഡിഫറൻസ് ആണ്. നമുക്ക് എപ്പോഴും ഒരു ചാലഞ്ച് ആണ് അത്. ആ ഒരു ഇപ്പം പെട്ടെന്നൊരു ഇൻഫ്ലേഷൻ വരുന്ന അതിനനുസരിച്ച് നമുക്ക് പ്രൈസ് കൂട്ടാൻ പറ്റില്ല. ഗ്രാജുവലി ഇത്രയും കൂടി കഴിയുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു പ്രൈസ്. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ മാത്രമല്ല. കസ്റ്റമേഴ്സിനെ ബാധിക്കാത്ത രീതിയിൽ ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അത് ക്വാണ്ടിറ്റിയിൽ അതിലൊരു വ്യത്യാസം വരുത്തി. വിച്ച് മീൻസ് നമുക്ക് കുറേ കസ്റ്റമേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പ്ലേറ്റിൽ 8 പൂരീസ് കൊടുക്കുമ്പം അവർ കോസ്റ്റിംഗ് വൈസസ് ഇറ്റ്സ് പ്രോഫിറ്റബിൾ ഫോർ us. പക്ഷെ എന്നാൽ കൂടി അവർക്കത് കഴിക്കുമ്പം അതോടുകൂടി നിർത്തി പോവുക. വിച്ച് മീൻസ് ഒരു അതിൽ അതെ അവർക്ക് കുറെ കൂടി എന്തെങ്കിലും ഐറ്റം ട്രൈ ചെയ്യണമെങ്കിൽ അവർ വേഗം ഫില്ലപ്പ് ആയി പോവുക. അപ്പം വി തോട്ട് വിൽ ജസ്റ്റ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് പൂരീസ് പക്ഷെ കീപ്പിംഗ് ദ സെയിം റേറ്റ് വിച്ച് വിൽ ഓൾസോ ഡു ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷൻ ആണ് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാർട്സിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പല റെസ്റ്റോറൻറ്റ്സും ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായ കടി എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ ക്യൂസീനിൽ തന്നെ എക്സ്പാൻഡ് ചെയ്ത് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മളിപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിലുള്ള സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ജസ്റ്റ് ചാട്സും മൊമോസും മാത്രമായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ മെയിൻ കോഴ്സിലേക്ക് വന്നു, ആലു പറാത്ത, പാവ് ബജി ഐറ്റംസ്. പിന്നെ നമ്മൾ പയ്യെ നോൺ വെജ് ആഡ് ചെയ്ത് തുടങ്ങി. അത് ഈ മാർക്കറ്റ് സ്റ്റഡീൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ കോഴിക്കോട്ടുകാർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നോൺ വെജ് ഉണ്ടെങ്കിൽ അവർ കുറെ കൂടി അത് ഫുഡ് എൻജോയ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയൊരു ഐഡിയ ആണ്. അവരെന്താ ഇത് വെജിറ്റേറിയൻ കടയല്ലേ, അപ്പം വെജിറ്റേറിയൻ കടകൾ പുച്ചിക്കുമല്ല, ഗുഡ് നമ്പർ ഓഫ് പീപ്പിൾ ഗോയിങ് ടു വെജിറ്റേറിയൻ ഹോട്ടൽസ് ആണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ഓക്കെ കുറച്ച് നോൺ വെജ് കൂടി ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നമ്മുടെ ഫുഡ് എൻജോയ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. അപ്പം ഇപ്പം എനിക്ക് വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായി, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. ബിക്കോസ് ഇവർക്ക് പുതിയ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്താ ന്യൂ ഉള്ളത്, പുതിയത് എന്താ ഉള്ളതെന്ന് ചോദിക്കും. അപ്പം നമുക്ക് ഒന്നാണെങ്കിൽ ഒരു ഡിഷോ 2 ഡിഷോ ആണെങ്കിലും നമ്മൾ വി ആഡഡ് സംതിങ് ന്യൂ ടു അവർ മെനു എന്ന് പറയുമ്പോൾ എക്സൈറ്റഡ് അവരത് ട്രൈ ചെയ്യുന്നുണ്ട്. ഓൾസോ കൺസിസ്റ്റൻസി, നമ്മളൊരു ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച ഐറ്റം പോയിട്ടേ ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അതിൻ്റെ നമുക്ക് ആ ഐറ്റത്തിൻ്റെ മുകളിലുള്ള കോൺഫിഡൻസ് കാരണം നന്നായി മാർക്കറ്റ് ചെയ്ത് അത് കുറെ കൂടി ആൾക്കാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ പിന്നീട് ആ ഐറ്റം ആയിരിക്കും അവിടുത്തെ സ്റ്റാർ ഫോർ ദ കമ്മിങ്. നമുക്ക് അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ ഇനീഷ്യലി വന്ന ആ ഒരു 1 month ഒക്കെ ആ ഐറ്റം ആർക്കും അറിയില്ല. അവർ സ്ഥിരം ഓർഡർ ചെയ്യുന്ന ഐറ്റംസിലേക്ക് ഒരു പ്രാവശ്യം എങ്ങാണ്ടോ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും, പിന്നെ അതിന് ഗുഡ് റിവ്യൂ വരും, പിന്നെ അവർ പറയും ഓക്കെ മടക്കെ പോയാൽ ഇത് ട്രൈ ചെയ്യണം, ഇത് പുതിയതാണ് അവരുടെ. അങ്ങനെ അത് ഒരുപാട് ഐറ്റംസ് പിന്നെ നന്നായിട്ട് പോകുന്നുണ്ട്. ഡിഷസിൽ മാത്രമല്ലാതെ മടുക്കിന് ഒരു എക്സ്പാൻഷൻ ചാൻസസ് ഫൈനൽ നമ്മുടെ ഔട്ട്ലെറ്റിന്റെ ഫൈനൽ എക്സ്പാൻഷൻ കഴിഞ്ഞു. ഇപ്പം ഏറ്റവും കാലിക്കറ്റ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഔട്ട്ലെറ്റിന്റെ കംപ്ലീറ്റ് കാരണം നമുക്കൊരു ഇപ്പൊ കഴിഞ്ഞ ഒരു 2 months ബാക്കാണ് നമ്മളത് ചെയ്തത്. ഒരു ചെറിയൊരു റൂമും കൂടെ എക്സ്പാൻഡ് ചെയ്തു. നമുക്ക് ചെറിയ ബേസിക് ഫെസിലിറ്റീസ് ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ, അതൊക്കെ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തു. അതൊരു വലിയ ബിസിനസ് തിങ് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പം ഐറ്റം ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ സീറ്റിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബിസിനസ്സിലെ വലിയൊരു കയറ്റം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. തിരക്ക് വരുന്ന അനുസരിച്ച് നമുക്ക് അവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് കൂടെ ഉണ്ടാവും. ഇപ്പം നമുക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്നത് 20 സീറ്റിംഗ്സ് ആയിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 35-40 നമുക്ക് വന്നു. ഇനിയും നമ്മൾ സീറ്റിംഗ്സ് ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് നോക്കുന്നുണ്ട്. അപ്പം ക്രൗഡ് വരുമ്പം നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്നും കൂടെ അത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബിസിനസ് നല്ല ഡിഫറൻസ് വരും.
ടേബിൾ റൊട്ടേഷൻ നമ്മൾ നോക്കുമ്പം ഇപ്പം ചാർട്ട് എന്നൊക്കെ പറയുമ്പം നോട്ട് മോർ ദാൻ 10 minutes കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം അവർക്ക് നമുക്കൊരു 10 minutesനുള്ളിൽ സെർവ് ചെയ്ത ഒരു 30 minutes നമ്മളിങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു 30 minutes to 40 minutesനുള്ളിൽ ഇവർ കഴിച്ചു പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് പ്രോഫിറ്റ് ഫോർ അസ്. ഇപ്പം അതിൽ കൂടുതൽ സമയം എടുക്കുന്നവരുണ്ടാവാം, പക്ഷേ അക്കോർഡിംഗ്ലി ഒരു ആവറേജ് ഒരു കസ്റ്റമർ ടൈം നമ്മൾ സെർവിംഗ് ടൈമും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രാണ്ട് മിനിമൈസ് ചെയ്യുന്ന അത്രാണ്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ ട്രൂ ആണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ ആ 10 മിനിറ്റിനുള്ളിൽ സാധനം എത്തുമെങ്കിൽ വൺ തിങ് ഇസ് പിന്നീടും അവർക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതെ, ഫെർദർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം. കാരണം ഈ അധികം ടൈം എടുക്കാത്തത് കൊണ്ടും പെട്ടെന്ന് കിട്ടും, അതുകൊണ്ട് വേഗം ഒരെണ്ണോട് അങ്ങനെ പോവാറുണ്ട്. പിന്നെ ചാർട്ട് ആയതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അവർ. അപ്പൊ അവർ കുറച്ചുകൂടി ഇറിറ്റേറ്റഡ് ആവും. ഇപ്പൊ കസ്റ്റമേഴ്സ് നമുക്ക് കുറച്ചുകൂടി സമയം എടുത്തു പോകുമ്പോൾ പക്ഷെ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നില്ല. ആ സമയത്താണ് നമ്മൾ മിക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ മേക്കിംഗ് അപ്പം തന്നെയാണ്. കാരണം ഇത് സോഗ് ഇപ്പം കുറേ നേരം വെച്ചിട്ടുണ്ട്. അത് വെച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു ട്രാക്ക് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ഇനീഷ്യലി നമുക്ക് റെഗുലർ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. അത് അപ്പം പിന്നെ അതിന് നമ്മൾ പോകെ നമുക്ക് അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ അതിന്റെ ടൈം റെഡ്യൂസ് ചെയ്ത് പോകുന്നത്. ആക്ച്വലി വേറൊരു സ്പെഷ്യാലിറ്റി ഇല്ല മടക്കല്. നിങ്ങൾ ഓർഡർ എടുക്കാൻ ശരിക്കും ഒരു വെയിറ്റർ ഇല്ലല്ലോ. ഇല്ല നമ്മൾ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് എന്താണ് വേണ്ടത് അതിന് പിന്നിലുള്ള സീക്രട്ട് ലേബറിന്റെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കാരണം ഒന്നാമത് നമ്മുടെ കഫേ ഭയങ്കര ചെറിയൊരു സ്പേസ് ആണല്ലോ. അപ്പം അതിന്റെ ഉള്ളിൽ ഇനിയിപ്പോൾ ഒരു 2-3 പേര് നടക്കാൻ കൂടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺജസ്റ്റഡ് ഫീൽ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഓൾസോ ലേബർ കോസ്റ്റും കട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിച്ചു കുറെ കൂടി നമ്മൾ പുറത്തൊക്കെ പോയപ്പോൾ നമ്മൾ ബാംഗ്ലൂർ പോയപ്പോഴാണ് ചേച്ചി ഞങ്ങളൊരു ട്രിപ്പ് പോയ സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പം നമുക്കത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയി തോന്നും. നമ്മൾ തന്നെ ഒരു ടേബിളിൽ പോയി നമ്മൾ തന്നെ നമ്മുടെ വേണ്ട ഐറ്റംസ് സെർച്ച്, ഒരാൾ വരാൻ വെയിറ്റ് ചെയ്യേണ്ട, അയാളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇല്ല, നമുക്ക് തന്നെ ചെയ്ത് നമുക്ക് ആ ഒരു കൺവീനിയൻസ്, ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം. മിക്സ്ഡ് ആണ്. ഇനീഷ്യലി ഒരു കൺവെൻഷണൽ തോട്ട് ഉണ്ട്, ഒരു കഫേ പോയിരുന്നാൽ നമുക്കിത് നോക്കാനൊന്നുമില്ല, ആരെങ്കിലും വരും, അത് അവർ അങ്ങനെ ഇരുന്ന് പോകാറുണ്ട്. അപ്പം നമുക്ക് ഇനീഷ്യലി ആ ഒരു സിസ്റ്റത്തിലേക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം നമുക്ക് കുറച്ച് അധികം എഫേർട്ട് ഇടേണ്ടി വന്നു. അവരെടുത്ത് പോയി നമുക്ക് ഇങ്ങനെ QR ഉണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് ഇനീഷ്യൽ ടൈമിൽ നമ്മളുടെ ഭാഗത്തും ഒരുപാട് ഫോൾട്ടുകൾ ഉണ്ട്. നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഇട്ടാണ്. അപ്പൊ കിട്ടിയ റിവ്യൂസ് നമ്മൾ നന്നായിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റിങ്ങിന് പല ടൈപ്പ് സീറ്റിംഗ് ആണ് നമുക്ക് യൂണിക് ഒരു എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ കുറെ പേരൊക്കെ ചെയ്യുന്നത് ഫർണിച്ചർ കടയാണെന്നൊക്കെ പറയും. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്താ പറയുക ഇപ്പോഴും നമ്മുടെ മനസ്സിലാക്കി കുട്ടിത്തോണ്ട് റൈറ്റ്. അപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും അറിയാം വെയിറ്റ് ചെയ്യും ഫാമിലീസ് ഒക്കെ പുറത്ത് നിന്നിട്ട് പറയും ആ സ്വിംഗ് ടേബിൾ ഒന്ന് ഫ്രീ ആവുമ്പോൾ ഇഷ്ടമാണ്. അപ്പം അത് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓൾസോ എനിക്കറിയില്ല, എൻ്റെ അറിവിൽ കാലിക്കറ്റ് ഫസ്റ്റ് ടൈം ഒരു സ്വിംഗ് കഫേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവം ചെയ്ത് നോക്കുമ്പോൾ പോലും അതിൻ്റെ ആർക്കിടെക്ചറൽ സൈഡ് അല്ലെങ്കിൽ ആ സംഭവം ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുമ്പം ഇങ്ങനെ ഒരു പിടുത്തമുണ്ട്. അത് ഇല്ലാണ്ടിരുന്നപ്പോൾ അത് വീഴുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് മസ്റ്റ് ആയിരുന്നു അവിടെ വേണം. നമുക്ക് എല്ലാ സീറ്റിങ്ങിനും ഒരു അത് ചേച്ചി ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് നോർമലി ചെയ്യണ്ട, നമുക്ക് എല്ലാ സീറ്റിങ്ങിലും ഒരു ഡിഫറൻസ് കൊണ്ടുവരണം. അപ്പം നമുക്ക് ആദ്യം 2 സ്വിംഗ് ടേബിൾ, ഒരു ലോവർ ഡൈനിങ്, ഒരു ഹയർ ഡൈനിങ്, പിന്നെ നമുക്ക് ചാർപ്പോയ്സ് ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ വീവ് ചെയ്തെടുത്ത് ചാർപ്പോയ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് മാറ്റി ഈ ചാർപ്പോയ്സ് ഒരുപാട് പേര് അക്കോമഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മളത് മാറ്റിയിട്ട് വേറെ സീറ്റിംഗ് കൊണ്ടുവന്നത്. ഇപ്പൊ റൗണ്ട് ടേബിൾ അങ്ങനെ സിമിലർ ആയിട്ടുള്ള എല്ലാ ടേബിൾ ചെയർ ആ സാധനം വേണ്ട, അത് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതും നമ്മുടെ കുറച്ചൊരു ഐഡിയ ഒക്കെ കൂടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു റോനെസ് വേണമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ വേണം, ഒരു സ്വഭാവം കൊടുത്തു. അപ്പം ഇനി ഫ്യൂച്ചറിലല്ല നിയർ ബൈ തന്നെ ഒരു ഫ്രാഞ്ചൈസി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ, ഒന്നിലധികം ഫ്രാഞ്ചൈസികൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ഈ യൂണിക്നെസ് കൊണ്ടുവരും. ഫ്രാഞ്ചൈസി നമ്മൾ നോക്കുന്നില്ല, ബ്രാഞ്ചിങ് ഔട്ട് തന്നെയാണ്. നമ്മുടെ എല്ലാ ഔട്ട്ലെറ്റ്സും ഇതുപോലെ തന്നെയായിരിക്കും. ബേസിക്കലി നമുക്ക് ഒരു ധൈര്യമില്ല എന്നുള്ളത് തന്നെ പറയാം. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന നമ്മളൊരു ബേബീനെ പോലെ നോക്കുന്നത്. ആ ഒരു ശ്രദ്ധ അതുപോലെ കൊടുത്ത് അതിന്റെ ഒരു അപ് ടു മാർക്ക്, അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നുള്ള ഒരു വിശ്വാസക്കുറവ്. നമ്മൾ അത്രയും നമ്മുടെ എഫേർട്ടും നമ്മുടെ ഇതും അത്രയും ഉള്ളത് കൊണ്ടാണ് അതിന്റെ സക്സസ് എങ്ങനെയെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അത് എല്ലാവരും അങ്ങനെ കൊടുത്തോളണം എന്നോ എല്ലാവരും അതേ ഇതിൽ നിൽക്കണം എന്നോ ഇല്ല. നമുക്ക് ഞങ്ങളുടെ ബേബിയാണ്. അപ്പൊ ഞങ്ങൾക്ക് അത് ആ ഒരു ഇതുണ്ട്, അതുപോലെ ഒരാൾ വേറെ നോക്കിക്കൊള്ളണം എന്നില്ല. മഡ്ക സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ
എന്റെയൊക്കെ വിചാരം ഓക്കെ ഒരു കഫേ, എനിക്കൊരു പേരിനൊരു കഫേ ഉണ്ട്, ലൈക്ക് ഐ ഗോ ഫോർ സം അതർ വർക്ക്. ഒന്നുമല്ല, അവിടെ കിടക്കണം. അതായത് രാവിലെ 8 മണി 9 മണിക്ക് കയറിയാൽ ഒരു രാത്രി 11:30-12 മണി വരെ അവിടെ അങ്ങനെ നിന്നിട്ടാണ്. ഇപ്പം അതിൽ നിന്ന് മാറി കേട്ടോ. അത് ആ സ്റ്റാർട്ടിങ് സ്റ്റേജിലെ പോലെ ടൈമിങ് ഈവനിങ് ടു നൈറ്റ് രാവിലെ പ്രിപ്പറേഷൻസ്. അതായത് നമ്മൾ എവറിത്തിങ് അന്ന് രാവിലെ തൊട്ട് മേക്ക് ചെയ്യുന്നു, ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല. ബാക്കി വന്നത് എടുത്ത് സ്റ്റോർ ചെയ്യുന്ന പരിപാടീസ് ഒന്നുമില്ല. ആ നഷ്ടം നമ്മൾ ബെയർ ചെയ്യാണ്. ബിക്കോസ് അതാണ് നമ്മൾ കൊടുക്കുന്നൊരു ഉറപ്പ്, കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ധൈര്യം അത് തന്നെ. അപ്പം നമ്മൾ അത് കീപ്പപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ കേട്ടോ, അപ്പം നമ്മൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, അത് തന്നെ ഇപ്പോഴും ആണെങ്കിൽ അത് വലിയൊരു പരാജയം. പക്ഷെ തുടക്കത്തിൽ നമ്മൾ ഇതേപോലെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം അത് ഹൈ സസ്. ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത് എക്സാക്ട്ലി ഇത് മണിക്കയുടെ പീക്ക് ആസാ. ഈ സമയം നമുക്ക് ഇവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത് നമ്മൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തതുകൊണ്ടാണ്. ദാറ്റ് ഇസ് വെരി മസ്റ്റ്. അത് മനസ്സിലാക്കിയൊരു വലിയ കാര്യം. ടീം ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതും സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യുന്നതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാഫിനോട് കമ്മ്യൂണിക്കേറ്റ്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഷുവറാണ്, നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റി, അതേപോലെ ടൈമിങ്, കസ്റ്റമർ സർവീസ്, അവർക്ക് ഇന്ന ടൈമിൽ ഇത് കിട്ടുക, ഇത്ര ടൈമിൽ കിട്ടുക, അതിലൊക്കെ നമ്മൾ അവരെ എപ്പോഴും അവരെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ഇതാണ്, ഞങ്ങൾക്ക് ഇതിന്ന് മാറാൻ റെഡി അല്ല. അപ്പം ഇപ്പം അവർക്കറിയാം ഓക്കെ ഇത് തെറ്റിക്കാൻ പാടില്ല, ഇത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സ്ട്രഗ്ലിംഗ് ആണ്. ഇതും പറയുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ എന്നുള്ള രീതിയിലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതൊരു ചോദ്യമാണ്. ലേഡീസ് ഒക്കെ ഒരു പ്രത്യേകിച്ച് ബോയ്സിന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പല തലത്തിൽ നിന്ന് ചോദ്യം വരും. പ്രത്യേകിച്ച് നിങ്ങൾ ലേഡീസ് ആയിട്ടുള്ള 2 എന്റർപ്രണേഴ്സ് ആണ്. അപ്പം ചിലപ്പോൾ ചോദ്യം വരാം, ഇപ്പൊ കല്യാണം കഴിക്കാനായിട്ടല്ലേ പോണേ, എല്ലാവിധ ചോദ്യങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യാറുണ്ടോ? അതെങ്ങനെയാണ്? ഇപ്പം നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം പക്ഷെ എനിക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി ലൈഫിൽ. കല്യാണം ഇമ്പോർട്ടൻ്റ് ആണ്, കഴിക്കരുതെന്നല്ല, ഒരു പാർട്ട്ണർ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ്. അപ്പം ഇപ്പം എൻ്റെ ലക്ഷ്യങ്ങൾ കുറച്ച്, എൻ്റെ ഫോക്കസ് വേറൊരു സ്ഥലത്തായതുകൊണ്ട് മേ ബി ഇറ്റ്സ് ജസ്റ്റ് മൈ കേസ്. അപ്പം അത് ഡെഫിനറ്റ്ലി ഇപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പം സ്ത്രീ ഒരു ലേഡി അല്ലേ എന്നുള്ളതിന്റെ പേരിൽ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇവൻ നമ്മൾ തന്നെയാണ് ഇനീഷ്യലി കൗണ്ടർ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്താണെങ്കിലും നമ്മളെടുത്ത് നമുക്ക് ഒരു 2 പെൺകുട്ടികൾ, അപ്പോൾ അവരെടുത്ത് എന്നുള്ള രീതിയിൽ ഒരുപാട് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ വർക്കിൻ്റെ ടൈമിലും നമ്മൾ കഫേ റിനോവേറ്റ് ചെയ്യുന്ന ടൈമിലും ഇപ്പോൾ കുറച്ചുകൂടെ പ്രായമായിട്ടുള്ളവരൊക്കെയാണ് വർക്കിന് വരുന്നത്. നമ്മൾ പറയുമ്പോൾ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ചേട്ടൻ ഇങ്ങനെ ചെയ്യണം, നമ്മൾ നന്നായിട്ട് പറയും ചേട്ടൻ ഇങ്ങനെ ചെയ്യണം എന്ന് കുറച്ച് ഒഫൻഡഡ് ആവും. അതെന്താ അപ്പോൾ ഡാഡിനോട് വയ്ക്കും എന്താ ചെയ്യണ്ടേ. അത് നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഇപ്പം നമുക്ക് എല്ലാം നോർത്തിൽ നിന്നാണ് നമ്മുടെ ഷെഫ് എല്ലാം വന്നിട്ടുള്ളത്. അപ്പം തിങ് ഇസ് അവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ എക്സ്പോഷർ ഇസ് ഡിഫറെന്റ്. ഹിന്ദി നല്ലോണം പഠിച്ചിട്ടുണ്ടാവും. ചോദിക്കണം, ഞങ്ങൾ മലയാളം പഠിച്ചു അവർക്ക് പറയാം ചേച്ചി എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞങ്ങൾ അങ്ങനെ വഴിക്കുക. ദാറ്റ് ഇസ് ദ തിങ് നൗ. അപ്പം ഇതെന്താ വെച്ചാൽ ഇവര് വളരെ റിമോട്ട് ആയിട്ടുള്ള റൂറൽ ആയിട്ടുള്ള ഏരിയസിൽ നിന്ന് വരുന്ന ആൾക്കാർ. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് സ്ത്രീകൾ എന്ന് പറയുന്ന അടുക്കളയിലുള്ള ഒരു അടുക്കളയിൽ അവരതേ കണ്ടിട്ടുള്ളൂ. അവരത് ഒരിക്കലും ഞാൻ അങ്ങനെ അത് അവരുടെ എക്സ്പോഷർ കാരണമാണ്. പക്ഷെ ഇത് സെയിം തിങ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇവളാരും നിന്ന് ഇങ്ങനെ നമ്മള് പറഞ്ഞു പോകുമ്പോ അവർക്ക് അത് ഭയങ്കര വേറെ വഴിയില്ല. നമ്മളിത് നടത്തുമ്പോൾ ഡെഫിനറ്റ്ലി മുന്നോട്ട് വന്ന് നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷെ അത് റൈറ്റ് വേയിൽ അല്ലാതെ അതിനെ വളച്ചു തിരിച്ചെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയിരുന്ന് വിഷമിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾ എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പം അതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നത്. അവരുടെ കോൺസെപ്റ്റ് മാറി. അവർ പറയും അതിനിപ്പോ എന്താ, ഞാൻ എൻ്റെ സിസ്റ്ററോട് പറഞ്ഞു, ഇവിടുത്തെ മാമിനെ കണ്ട് ഞങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആയതൊക്കെ അവരുടെ കോൺസെപ്റ്റേ ഞങ്ങൾ മാറ്റി കൊടുത്തു. ഒരു റെസ്റ്റോറന്റ് ബിസിനസ് എന്നുള്ളത് മാറ്റി വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കുറെ ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ റിലേറ്റഡ് തന്നെ, ഹൗ ഹാർഡ് ഈസ് ടു ബിക്കം ആൻ ഓൺട്രപ്രനർ നമ്മുടെ നാട്ടില്? ഇതിപ്പോ എത്ര വർഷമായി? 3 വർഷം. 2 years, 2.5 years. 2 years in the journey. It's all about consistency, adaptability and resilience. അതാണ് എനിക്ക് മനസ്സിലായിടത്തോളം. ലൈക്ക് അതെ, ഹാർഡ് വർക്ക്. ഇപ്പം നമ്മൾ കൺസിസ്റ്റന്റ് എത്ര എന്തൊക്കെ വന്നോ, ഇപ്പൊ 2-3 പ്രാവശ്യം വീണോ, അപ്പം ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിൽ മനസ്സിൽ ഹാർഡ്ഷിപ്പ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം വരെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. അതെ, ആ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു പോയത്. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ ഫ്യൂ മന്ത്സ് ആയിട്ട് ഇതിന് മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓപ്പണിംഗ് ഡേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെയല്ല നടന്നത്. കാര്യങ്ങളൊക്കെ പോയി
സംഭവങ്ങൾ ടേബിളിലേക്ക് വന്നപ്പം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ അതിന് ഭയങ്കര ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിട്ടൊന്നുമല്ല ചെയ്തത്. കാരണം നമുക്ക് പേടിയുണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്ന പ്രൊമോഷന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആൾക്കാർ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അത് തുടക്കത്തിൽ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഒരു വലിയ സംഭവം ആക്കാൻ നമ്മൾ പയ്യെ തുടങ്ങി. എന്നാൽ കൂടി ആ ദിവസം ഫുൾ ഓഫ് ഏറ്റവും ചാലഞ്ചസ് നേടിയിട്ട ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മളത് കഴിഞ്ഞ് കട പൂട്ടിയിട്ട് കടയിലിരുന്ന് കരയുമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞു, കുറേ പേര് വന്നവർ പറഞ്ഞു നിങ്ങൾക്ക് ഇത് പറ്റുമെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അത് ഫ്യൂ വീക്സ് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടോ. തുടങ്ങി ആദ്യത്തെ 1-2 ആഴ്ചയിലൊക്കെ നമുക്ക് നിങ്ങൾ ഒന്നുകൂടെ നോക്കണം കേട്ടോ, അവിടെ ഒരു കടയുണ്ട്, അവിടെ പോയി കഴിച്ചു നോക്ക്, ഇത് പോയി കഴിച്ചു നോക്ക്, നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല വേദനയാണ്. കാരണം നമ്മൾ അന്നിരുന്ന് നമ്മൾ കരഞ്ഞ് ഞങ്ങൾ ചോദിച്ചു സപ്പോർട്ട് എങ്ങനെയാണ്? നമുക്ക് അങ്ങനെ ഇവിടെ അധികം റിലേറ്റീവ്സും ഇല്ല. ഇല്ല അങ്ങനെ ഒരു അത്തരത്തിലൊരു ഗ്രൂപ്പ്. ഇപ്പം ശരിക്കും നമ്മുടെ പേരൻസ് അവരുടെ ഒരു അപ്രൂവൽ ആണ്. നമ്മൾ അങ്ങനെ പുറത്തെ ആൾക്കാരുടെ വാലിഡേഷൻ എടുക്കാൻ പോകാറില്ല. നമുക്ക് ശരിയായി തോന്നുന്നു, നമ്മൾ ഡാഡിന്റെ അമ്മേന്റെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നു, അവരെ കൺവിൻസ് ചെയ്യുന്നു. ഇപ്പൊ അവർക്ക് ശരിയാന്ന് ആദ്യം തോന്നിയിട്ടുണ്ടാവില്ല, എന്ന് വെച്ചാൽ നമ്മൾ വിട്ടുകളയത്തില്ല. നമുക്കത് ശരിയാന്ന് തോന്നിയോ? ഒരിക്കലും ഡാഡി അമ്മേന്റെ അടുത്ത് ഡാഡി ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഡാഡി ആ മോളി ചെയ്തോന്ന് പറയാറില്ല. അവരതിന്റെ എല്ലാം നമ്മളെല്ലാം നൂക്ക് ആൻഡ് കോർണർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് അവർക്ക് കൺവിൻസ് ആവുന്ന പോയിന്റിൽ അവർ ആ മക്കളെ ചെയ്തോ എന്ന് പറയുള്ളൂ. അതിങ്ങനെ തോന്നിയിട്ടുണ്ട്, അതായത് നിങ്ങളുടെ പാരന്റ്സിന് ആ ഒരു ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് ശരിക്കും 2 രീതി തോന്നിയിട്ടുണ്ട്. ഡാഡിക്ക് നന്നായിട്ട് ഹോട്ടൽ ബിസിനസിനെ കുറിച്ച് അറിയാം. അപ്പൊ ഡാഡിക്ക് അതിന്റെ കുറെ പേടികൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഇടയിൽ ഉണ്ടാവുന്ന മെയിൻ ഡാഡി പറയുമ്പോൾ അത് പ്രാക്ടിക്കലി പോസിബിൾ. പക്ഷെ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കണം. അതിന്റെ ഒരു ഇത് ഇപ്പം ഡാഡിയും അത് ഇപ്പം മനസ്സിലായി തുടങ്ങി. ഓക്കെ ഇതിങ്ങനെ ചെയ്തു വന്ന ഇപ്പം കുറച്ചുകൂടെ അഡ്വാൻസ് ആണല്ലോ. അവര് വയ്ക്കുന്ന സമയത്ത് അത്ര അഡ്വാൻസ് അല്ലാത്തതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഡാഡിക്ക് നന്നായി അറിയുന്നത് കൊണ്ടും ഞങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടും. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മടിക്ക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന കുറേ ചാലഞ്ചസ് ആയിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ കഫേന്ന് എത്രത്തോളം നമ്മളുടെ മലയാളി കോഴിക്കോട് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കാരണം ബിരിയാണിയും പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ഇൻഡസ്ട്രിയാണ്. എക്സാക്ട്ലി. അതും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ ആൾക്കാർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. റാദർ ദാൻ ഇപ്പം നമ്മളൊരു ഒരു ബിരിയാണി ബിസിനസ് തന്നെ കാലിക്കറ്റ് തുടങ്ങുമ്പം അതിന്റെ എഫേർട്ട് എക്സ്ട്രാ 10 ടൈംസ് ആണ്. മറിച്ച് നമുക്ക് ഇവിടെ എന്താ ലാക്ക് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് ഇപ്പം കോഴിക്കോട്ടുകാർക്ക് ഇനി എന്താ വേണ്ടത്. പക്ഷെ ഫുഡ് ബിസിനസ് ഗ്യാരണ്ടി ബിസിനസ്. കോഴിക്കോട്ടുകാർ ഭക്ഷണം ഒരിക്കലും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി ഇത് തുടങ്ങാൻ ഇത്ര ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ ഇവിടെ ബോൺ ആൻഡ് ബോട്ടപ്പ് ആണ്. നമുക്ക് ഇവിടുത്തെ കൾച്ചർ അറിയാം, ഇവിടുത്തെ ആൾക്കാരറിയാം. അത് ഒരു നെഗറ്റീവ് വേയിൽ കാണുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ കുറെ പേര് ഇങ്ങനെ സംസാരിച്ചു റെസ്റ്റോറൻറ്റ് ബിസിനസിനെ പറ്റി. പക്ഷെ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുമ്പോൾ പേടിയാണ്. കാരണം ഇവിടെ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ടേസ്റ്റിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാനിപ്പോ തുടങ്ങിയിട്ട് ഇതിന് വലിയ ടേസ്റ്റ് ഇല്ലെങ്കിൽ, പക്ഷെ ഒരു ആവറേജ് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കൊച്ചിയിലോ അല്ലെങ്കിൽ സൗത്തിലേക്ക് എവിടെയെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അപ്പോ കോഴിക്കോട് ശരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എവിടുത്തെ? നമുക്ക് പാരഗൺ നമ്മള് സ്ഥിരം നമ്മുടെ ഗോ ടു പ്ലേസ് പാരഗണാണ്. നമുക്ക് അതുപോലെ തന്നെ സുമേഷ് അങ്കിള് വളരെ നല്ലൊരു മെന്ററാണ്. നമുക്ക് ഇപ്പം ഒരുപാട് ഫുഡ് ഇൻഡസ്ട്രിയിൽ നമുക്ക് കൺഫ്യൂഷൻസ് വരുമ്പോഴും എന്തെങ്കിലും സക്സസ് ഉള്ളപ്പോഴൊക്കെ ഞാൻ ആദ്യം പോയി ഷെയർ ചെയ്യുന്ന ഒരു ആളാണ് സുമേഷ് അങ്കിൾ. നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മെന്റേഴ്സ് ആയിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സുമേഷ് അങ്കിൾ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മടക്കെ തന്നെ വന്ന് നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് നല്ല ബിഗ് ഷോട്ട്സ് ബിസിനസ്സിലൊക്കെ അങ്ങനെ എടുത്ത് പറയുമ്പോൾ ആഷിഖ് ബ്രോ, ആഷിഖ് തായർ, ഇവരൊക്കെ നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാറുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം, ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, ഇത് എടുക്കുന്നത് കൊണ്ട് എന്താ. അപ്പോൾ ഡെഫിനറ്റ്ലി അവരുടെ ഭാഗം പറയും. ചിലപ്പോൾ ഞാൻ അത് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചൊരു കാര്യമായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം വരുമ്പോൾ നമുക്കൊന്നുകൂടെ റീതിങ്ക് ചെയ്യാൻ, കാരണം നമുക്ക് ഉറപ്പായിട്ടും തെറ്റുപറ്റാം. അപ്പം അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ഒന്നുകൂടെ ഇറ്റ്സ് ഓൾ അബൌട്ട് ഡിസ്കഷൻസ്. നമ്മൾ ഇരുന്ന് സംസാരിക്കും. നമുക്കുള്ള അഡ്വാൻറ്റേജും അതാ, നമ്മള് സിസ്റ്റേഴ്സ് ആണ് നമ്മള്. അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. ഏത് നട്ടപ്പാതിരിക്കും രാവിലെയും നമ്മൾ എവറി ഡേ മോർണിംഗ് എണീറ്റ് ബെഡിലിരുന്ന് കുറെ നേരം ഡിസ്കസ് ചെയ്യും. ഒരു ടൈമിൽ നമ്മൾ എപ്പോൾ എണീക്കുമ്പോൾ ഒരു പ്രശ്നമായിരിക്കും. ശീൽക്കേട്ട കോൾ അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമായി. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് തന്നെ തുടങ്ങും നമ്മുടെ ബിസിനസ്. അവിടെ തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങും. ഓക്കെ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്ത് റിസോൾവ് ചെയ്യാം. How important is to have a mentor in this space in the restaurant business?
ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് സമ്മൺ. ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരുടെയും വാലിഡേഷൻ എടുത്തിട്ടൊരു കാര്യം മുന്നോട്ട് പോകത്തില്ല. അഭിപ്രായങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച പല കാര്യങ്ങളും എനിക്ക് പൊളിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ബിക്കോസ് ലാക്ക് ഓഫ് നോളജ് ആയിരിക്കാം. ചിലപ്പോൾ ഞാൻ അത് തീരുമാനിച്ചത് ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടായിരിക്കാം, പക്ഷെ അത് കാരണം എനിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബാക്കി പ്രോബ്ലംസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതെനിക്ക് കാണിച്ചു തരിക ചെയ്യുന്ന ഈ മെന്റേഴ്സ്. അപ്പോൾ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ശരിയാണല്ലോ, അപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണമല്ലോ. അത് ചിലപ്പോൾ എൻ്റെ അറിവില്ലായ്മയായിരിക്കാം, ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കാം. പക്ഷേ എഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുന്നതും നല്ലത് തന്നെ. പക്ഷെ ഇതുപോലെ ആൾക്കാരുള്ളപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എപ്പോഴും ഒരു മെന്റർ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. ഇവരോടൊക്കെ നമ്മൾ കോൺടാക്ട് വന്നതും ഇവരുടെയൊക്കെ അഡ്വൈസ് എടുക്കാൻ പോയതും അടുത്ത് സ്റ്റാർട്ട് ചെയ്ത ശേഷം. അപ്പം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഒരു മെന്റർ അല്ലെങ്കിൽ കറക്റ്റ് ഒരു പേഴ്സൺ വേണമെന്ന് നമ്മുടെ ഒരു എന്താ പറയുക കൺവിക്ഷൻ അത് തന്നെ ഇനഫ് ആൻഡ് മോർ ആണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പാൻഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജസിൽ പല ഫേസസ് ഉണ്ടല്ലോ, പിന്നെയുള്ള ഫേസസിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുമ്പം അഡ്വൈസ് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മെന്റേഴ്സ് ആയിട്ട് ഞാൻ ചോദിക്കുന്നത് എനിക്കൊരു 50 lakhs ഒരു ഇൻവെസ്റ്റ്മെന്റ് കിട്ടി. ഓക്കെ, കോഴിക്കോട് മടക്ക കഫേയുടെ അല്ലാതെ എനിക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കോഴിക്കോട്? ഫുഡ് ബിസിനസ് എനി ബിസിനസ്. കാലിക്കറ്റിൽ നമ്മൾ പറയും ഫുഡ് ബിസിനസ് നല്ലതാണ്. ബിക്കോസ് നമ്മൾ ചെയ്ത് ശീലം നമ്മൾ അങ്ങനെ ചെയ്ത് അല്ലാതെ എനിക്ക് ക്ലോത്ത് ബിസിനസ്സിൽ താല്പര്യമുണ്ട്, പേഴ്സണലി താല്പര്യമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ബേസിക് എസെൻഷ്യൽസ്, അത് ഇപ്പം നമ്മൾ കോവിഡ് ടൈമിൽ ഫുഡ് ബിസിനസ്സിലേക്ക് വരാനുണ്ടായ ഒരു റീസണും കൂടി അതാണ്. ഭക്ഷണം നമ്മൾ ആരും മടുക്കാൻ പോകുന്നില്ല, നമ്മൾ ഡെഫിനറ്റ്ലി ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മാത്രമല്ല ഇപ്പം നമുക്ക് കോവിഡ് ടൈമിൽ ഒരു പീക്ക് ടൈം വന്നു, ലോക്ക്ഡൗൺ വന്നു, എന്നാൽ കൂടി നമുക്ക് സർവൈവ് പാർസൽസ് ത്രൂ അങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പം അതുപോലെ ഒരു നെക്സ്റ്റ് അതാണ് ബേസിക് നോളജ്. മേ ബി ഇത് തെറ്റായിരിക്കാം, ചിലപ്പോൾ അതെനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇനി നോക്കി കാണാൻ താല്പര്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അഡ്വൈസ് ലൈക്ക് നമ്മൾ വിചാരിക്കാത്ത ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കാലിക്കറ്റ്. നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നോർത്ത് റിപ്പബ്ലിക് അറിയില്ലേ? നോർത്ത് റിപ്പബ്ലിക് നമ്മൾ കല്ലായില് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ ബ്രാൻഡ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇപ്പൊ നമ്മൾ കുറെ കൂടി നമ്മൾ ഇൻ ഫ്യൂച്ചറിലേക്ക് നമ്മൾ നോക്കി കാണുന്നത് ഓൾറെഡി ഉണ്ട്, ഇഷ്ടം പോലെ ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സംതിങ് യുണീക്ക് ആസ് വെൽ ആസ് സംതിങ് ദാറ്റ് ഇസ് ഗുഡ് ഫോർ നേച്ചർ, ലൈക്ക് സംതിങ് ദാറ്റ് ഗോസ് ബാക്ക് ഇൻ ടു നേച്ചർ. അത് ഞാൻ മടിക്കൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടെയാണ്. നമ്മൾ മടിക്കൽ മാക്സിമം നമ്മൾ സെർവ് ചെയ്യുന്നത് മഡ് പോട്ട്സ്, ബാംബൂസ്, പിന്നെ നമ്മൾ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബാംബൂന്റെ, അതെ അതെ, ഇക്കോ ഫ്രണ്ട്ലി. അപ്പം അത് ചെയ്യുമ്പോൾ അത് തരുന്ന ഒരു യൂണിക് ഫീലിംഗ്. നമ്മളൊരു നോർമൽ ഒരു പ്ലാസ്റ്റിക് പ്ലേറ്റിൽ കഴിക്കുന്നതും ചായ കുടിക്കുമ്പോൾ നമ്മള് ആ പാത്രത്തിൽ തന്നെ തരണം എന്ന് പറയും. ബിക്കോസ് അതിന് വേണ്ടി വന്ന് തുടങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും. ഈ പ്രസന്റേഷൻ ഐഡിയാസ് ഉണ്ടല്ലോ, ഇത് എത്രത്തോളം നിങ്ങളുടെ ബിസിനസിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആ ഫസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു നമുക്കൊരു കോൺസെപ്റ്റ്, നമ്മുടെ ഐറ്റം ടേബിളിൽ വരുമ്പം അത് അപ്പീലിംഗ് ആയിരിക്കണം. അത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനെയല്ലായിരുന്നു, നമ്മൾ പിന്നെ ഒരുപാട് മാറ്റി നമ്മൾ ട്രൈ ചെയ്ത്. പക്ഷെ ഇതിന്റെ ഒരു മഡ് പോട്ട്സിന്റെ ഒരു വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് അത് മെയിൻ്റെനൻസ് നല്ല പാടാണ്. നമ്മൾ എക്സ്ട്രാ എഫേർട്ട് എടുക്കണം അവിടെ. അല്ലാതെ ഇത് പറഞ്ഞ പോലെ ഭയങ്കര ഡിഫറെന്റ് ഫീലാണ്. ഒരു മൺപാത്രത്തിൽ ചായ കുടിക്കുന്നതും സാധാരണ ഗ്ലാസ് സ്പെഷ്യലി ചോദിച്ചു വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വേറൊരു മാർക്കറ്റിംഗ് നമ്മൾ ഇതുവരെ ഒരു ഫാൻസി പ്രൊമോഷൻസും ചെയ്തിട്ടില്ല. അപ്പം ഇറ്റ്സ് ഓൾ അബൌട്ട് ദ വേർഡ് ഓഫ് മൗത്ത്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞറിഞ്ഞിട്ടുള്ള. അപ്പം നമ്മളുടെ ടേബിൾ കാണുമ്പോൾ തന്നെ അതിൽ ഈ മൺപാത്രവും ഈ മോമോന്റെ പാത്രമൊക്കെ എനിക്ക് തോന്നുന്നു അധികം ഇവിടെ ഇല്ല, ഉണ്ട്. ഇപ്പൊ കുറെ ഷോപ്സിൽ വന്നത് നമ്മൾ ഇനീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മോമോന്റെ പാത്രമൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൂടി കാണുമ്പോൾ ഇത് എവിടെയാ എന്ന് ചോദിക്കും. പ്ലസ് നല്ലൊരു ആംബിയൻസ് കൊടുക്കുമ്പോഴത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ അവിടുന്ന് ഒരു 2 ഫോട്ടോ ഡെഫിനറ്റ്ലി ക്യാമറ പോകും, ഫോട്ടോ എടുക്കും. കസ്റ്റമറിനെ കൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ. ആക്ച്വലി നമ്മുടെ ബിസിനസ് ഒരു 10 വർഷം മുന്നേ ആണെങ്കിൽ മടുക്ക ഇത്രത്തോളം സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. മടുക്ക എങ്ങനെയായിരുന്നു? മടുക്ക എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്ക് കസ്റ്റമർ അക്വിസിഷൻ? ചിത്ര ഓൾറെഡി പെജൻ ഷോനൊക്കെ പോയിട്ടുണ്ട്, ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സോഷ്യൽ മീഡിയ എന്തെങ്കിലും സ്ട്രാറ്റജീസ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമർ അക്വിസിഷനിലേക്ക്? ഞാൻ വളരെ സീരിയസ് ആയിട്ട് സോഷ്യൽ മീഡിയ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം. ബിക്കോസ് ഓഫ് ദിസ്, ഇപ്പോൾ ഇഫ് യു ആർ എൻ ഓൺടർപ്രണർ ഇത് മസ്റ്റാണ് സോഷ്യൽ മീഡിയ. കാരണം നമുക്കൊരു ഹ്യൂജ് ഒരു വലിയൊരു ഗ്രൂപ്പിലേക്ക് നമ്മളെ എത്തിക്കാൻ പെട്ടെന്ന് പറ്റുന്നൊരു മീഡിയമാണ് ആസ് വി ഓൾ നോ. അപ്പം ഡെഫിനറ്റ്ലി ഞാനിപ്പം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് തന്നെ, ഞാൻ അത്ര സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നില്ല ബിഫോർ. ഈ പറഞ്ഞ പോലെ പെജൻ ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടും ഐ ഡെയർ ടു ഡു സംതിങ് വിച്ച് ഐ
ഫിയർ ആക്ച്വലി. അപ്പം എനിക്ക് ചെയ്യാൻ മടിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റേജിൽ നിന്ന് മൈക്കിൽ സംസാരിക്കാനൊക്കെ അത്യാവശ്യം പേടിയും നാണമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ പാജന്റ് ഒക്കെ ട്രൈ ചെയ്യാം. അപ്പം അതുപോലെ പക്ഷേ ബിസിനസ് ആണോ, യു ഹാവ് ടു ട്രൈ സംതിങ് ഇൻ സോഷ്യൽ മീഡിയയിൽ ഒരു ബാക്കപ്പ് മസ്റ്റ് ആണ്. ഡിജിറ്റൽ മീഡിയ ഇപ്പം ഫുള്ളി അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ ഫുഡ് ബ്ലോഗേഴ്സിനെ പേ ചെയ്ത് പൈസ കൊടുത്ത് നല്ലത് പറയിപ്പിച്ചിട്ടില്ല ഇതുവരെ. 2 years ആയിട്ട് ഇതുവരെ നമ്മൾ ഒരു പ്രൊമോഷനും പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടില്ല. നമുക്ക് പക്ഷേ ഫുഡ് ബ്ലോഗേഴ്സ് ഒരുപാട് പേര് ജെനുവിൻ ആയിട്ട് വന്ന് നമുക്ക് അറിയ പോലും ഇല്ല, അവർ വന്ന് റിവ്യൂ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് പേരുടെ വീഡിയോസ് എത്തിയിട്ട് നമുക്ക് ഒരുപാട് പബ്ലിസിറ്റി കിട്ടിയിട്ടുമുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ടില്ല, അവരൊക്കെ ജെനുവിൻ ആയിട്ട് ചെയ്തു. അതിന്റെ ഇമ്പാക്ട് നമ്മൾ നേരിട്ട് അറിഞ്ഞ ആൾക്കാർ. നമ്മൾ ഇനീഷ്യലി തുടങ്ങിയ സമയത്ത് ഒരു വ്ളോഗർ ഇതുപോലെ വന്നിട്ടാണ് പെട്ടെന്ന് ഒരു ഹൈപ്പ് ഉണ്ടായത്. അതവർ ജെനുവിൻ ആയിട്ട് ചെയ്തതാണ്. ജെനുവിൻ അഭിപ്രായം കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്ന ഒരു നല്ലൊരു കസ്റ്റമർ കമ്മ്യൂണിറ്റിയാണ് നമുക്കുള്ളത്. ആക്ച്വലി ഞാൻ റീസെന്റ് നോട്ടീസ് ചെയ്തതാണ്, നമ്മളെ നന്ദലത് ജിമാർട്ടിന്റെ അവരുടെ മകളുണ്ടല്ലോ, ഗോപു നന്ദലത്തിന്റെ മകൾ, പേര് എനിക്കറിയില്ല. അവരിപ്പോ റീസെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ റീൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് നന്ദലത്തിൽ വരുന്ന പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാവില്ല, പല ബ്രാൻഡ്സിന്റെ ഹോം അപ്ലയൻസസിൽ വരുന്ന ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് ആ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് അവരുടെ CTA കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നത് കം ടു നന്ദല ടു ബൈ ദിസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അതായത് അത്രയും വലിയൊരു ബിസിനസ് ആണെങ്കിൽ പോലും അവര് സ്വന്തമായിട്ട് അവരെന്നെ ഇറങ്ങിയിട്ട് സോഷ്യൽ മീഡിയയിൽ റീലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചറിലേക്ക് ബിസിനസ് തന്നെയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭയങ്കര തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഒരു പുതിയ ഐറ്റം വന്ന സമയത്ത് ദിവാലി സ്വീറ്റ്സ് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വീഡിയോ ചെയ്തത്. നമ്മളത് വെറും ഒരു പോസ്റ്ററിൽ ഒതുക്കാതെ നമ്മൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ക്രിയേഷൻ ആണ് നമ്മൾ ചെയ്തത്. അപ്പം അത് വളരെ എന്താ പറയാ, കുറച്ചുകൂടെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ പ്രസന്റും കൂടെ ചെയ്യുമ്പോഴേ ഇപ്പം ഞങ്ങൾ ഒരുമിച്ചിട്ട് അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് റീൽസ് ചെയ്യുന്നുണ്ട്. മിസ് കേരളയിലൊന്നും അവാർഡ് വാങ്ങി. അപ്പം ഇൻഫ്ലുവൻസർ എന്ന നിലയിലും എന്റർപ്രണർ എന്ന നിലയിലും രണ്ട് രീതിയിലും ഒരു ചാൻസസ് ഉണ്ട്. അപ്പം ഈ ഒരു മേഖലയെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനാണ് പോകുന്നത്? ഇൻഫ്ലുവൻസർ മേഖല ഡെഫിനറ്റ്ലി ഞാനത് ബേസിക്കലി ചെയ്യുന്നത് എൻ്റെ ബിസിനസ്സിന് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ എനിക്ക് ഈ റീൽസ് ഉണ്ടാക്കുന്നതിന്റെ ബിഹൈൻഡ് എനിക്ക് ഞാൻ ഓരോ മൊമെന്റ്സും എനിക്ക് ഇങ്ങനെ ഫിലിം ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് എവർ, ഇഫ് ഐ എം ഗോയിങ് ഫോർ എ ട്രിപ്പ് അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഡേ ഔട്ട്, പക്ഷെ അത് എനിക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഇൻ എ വേ ഇതിലോട്ടും ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ബിക്കോസ് അത് അവെയർ ആണ്, നമ്മൾ ആ ഒരു ഹെൽപ്പിംഗ് ഉണ്ടെന്ന് നമുക്ക് അവെയർ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള ഫ്യൂച്ചർ ബിസിനസ്സിൽ ഡിജിറ്റൽ മീഡിയ ഹാസ് എ ലോട്ട് ടു ഡു. അപ്പം അത് നമുക്ക് നല്ല അവെയർ ആണ്. അപ്പൊ അവര് എൻ്റെ അടുത്ത് ഇപ്പൊ എനിക്ക് എൻ്റെ നാട് പേരാമ്പ്രയ്ക്ക് അടുത്താണ്. അപ്പൊ നാട്ടിലത്തെ പണ്ടത്തെ ടൈപ്പ് ഫുഡൊക്കെ കിട്ടുന്ന നാട്ടിൽ പോയാൽ അമ്മയുടെ ഇപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിൽ മദറിൻ്റെ നമ്മളെ വൈഫിന്റെ വീട്ടിൽ പോയാലും വേറൊരു ടൈപ്പ് ഫുഡാണ് കിട്ടും നമ്മൾ ടൗണിൽ. അപ്പോൾ ഇവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ല ഇവരുടെ ഫുഡ് ഇത്രയും അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് ഒരു റെസ്റ്റോറൻറ്റ്, ഇവർ രണ്ടാളും കൂടി ഒരു റെസ്റ്റോറൻറ്റ് ഇട്ട് കൊടുത്താൽ നടക്കും. നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്ക് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസിസ്റ്റൻസി. വെരി ഗുഡ് കുക്ക്. പുള്ളിക്കാരി നന്നായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യും. ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം, നമുക്ക് ചാട്സ് എല്ലാം ഉണ്ടാക്കാൻ അറിയാം. ഞങ്ങൾ എല്ലാം പക്കയായിട്ട് ഇപ്പം ചാട്സും പാവബജിയും ആലുപ്പുറത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ അറിയാം. അത് നമ്മൾ പഠിച്ചതാണ്. ഏത് പോയിന്റിലാണെന്നറിയോ, കോവിഡിന്റെ സമയം വന്ന് നമ്മൾ ആ സമയത്ത് ഓപ്പൺ ചെയ്തത്. അത് പിന്നെ സെക്കൻഡ് ലോക്ക്ഡൌൺ വന്നപ്പോൾ കുറച്ച് പീക്കായി. എല്ലാ സ്റ്റാഫിനെയും അക്കോമഡേറ്റ് ചെയ്ത് കുറെ കാലം അതൊരു അനിശ്ചിതത്വം ആയതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞു വിട്ടു. പിന്നെ നമ്മൾ തന്നെ വിചാരിച്ചു റീഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് ആ സ്ഥലത്തൊക്കെ നിന്ന് പോയേക്കാമായിരുന്നു. അവിടെയൊക്കെ നിൽക്കായിരുന്നു. പക്ഷെ നമ്മൾ റീഓപ്പൺ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ റീഓപ്പൺ ചെയ്ത പോയിന്റിൽ സ്റ്റാഫിനൊക്കെ പല നാട്ടിൽ നിന്ന് തിരിച്ച് വരുത്തിക്കൽ ടാസ്ക് ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ചോദിച്ചു നമുക്ക് ചെയ്താലോ ചേച്ചി. ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. ആ ഒരു മനസ്സ് വേണം. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇവള് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യും, ഞാനും ഡാഡിയും അമ്മയും നമ്മൾ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യും. ആൻഡ് ഇത് കുറേ കാലം ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ആ നമ്മുടെ ഒരു അവസ്ഥയായിരുന്നു. കാരണം കോവിഡാണ്, നമ്മൾ സ്റ്റാഫിനെ തിരിച്ചു വിട്ടു. പക്ഷേ ഇത് കുറേ കാലം കൂട്ടിക്കിടന്നാലും കൺസിസ്റ്റൻസി വെരി ഒരു കീ തിങ് ആണ്. അപ്പം അത് ഒരു റെസ്റ്റോറൻറ്റ് ഓണറിന് അവർ സെർവ് ചെയ്യുന്ന ഫുഡിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം, അതിനെ കുക്കിങ്ങിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവാൻ മാൻഡറ്ററി ആണ്. പക്ഷെ എല്ലാ നല്ല കുക്സിനും ഒരു റെസ്റ്റോറൻറ്റ് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പില്ല. കാരണം ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് എടുക്കാനുണ്ട്. നമ്മൾ പഠിച്ചതാണ്. ക്വാളിറ്റി ചെക്ക് മസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഡിഷസ് തന്നെ ട്രൈ ചെയ്യാറുണ്ടോ? ഡെഫിനറ്റ്ലി കോഴ്സ് എവറി ഡേ ഓൺ എ ഡെയിലി ബേസിസ്. ഞാനല്ലേ ചേച്ചി ആരാണോ റേറ്റിംഗ് എത്ര കൊടുക്കും നിങ്ങളുടെ നമ്മള് ഓഫ് കോഴ്സ് നമ്മൾ പറഞ്ഞ ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യണം. നമ്മളുടെ ഇപ്പൊ ഔട്ട് ഓഫ് 7 തന്നെ വേണം. അതെ, ഇല്ല കിട്ടില്ല. ഏറ്റവും ഫേവറേറ്റ് ഡിഷ് ഏതാ? മഡ്കേലയാണോ? മടക്കയിലല്ല, ഓഫ് കോഴ്സ് പാനിപൂരി. ഞാൻ അല്ലാതെ പേഴ്സണലി മഡ്ക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും ദഹിപൂരി ദഹിപൂരി സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. എല്ലാ ഡിഷിനും ഉണ്ട്. ഞങ്ങള് ചേച്ചിന്റെ അറിയില്ല, എൻ്റെ എന്തായാലും പാനിപൂരി, ഓൾവേസ് പാനിപൂരി. മടക്കയില അല്ലാതെ ഏതാ? ഞാനിപ്പോ ബേസിക്കലി എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് ബിരിയാണിന്റെ ആളെ കോഴിക്കോട്ടുകാരി ആയതുകൊണ്ട് പറയല്ലോ, ബിരിയാണി ഭയങ്കര ഇഷ്ടം. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ വെരി റീസെന്റ് ട്രൈ ചെയ്തതാ ലാൽ മാസ് ജയ്പൂർ ഒരു ട്രിപ്പ് പോയപ്പം. അപ്പം എനിക്കിപ്പം അത് ഭയങ്കര ഇപ്പം വെച്ചാൽ ഒരു കറന്റ് ഫേവറേറ്റ് എന്ന് പറയാം. അത് മട്ടൺ റെഡ് കറിയാണ്. അത് മട്ടൺ വെച്ചിട്ട് ഭയങ്കര യമ്മിയാണ്. ഒരുപാടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ നോർത്ത് ഇന്ത്യൻ നമ്മളുടെ തന്നെ ഇന്ത്യൻ സ്പൈസസും അത് വെച്ചിട്ട് മാജിക്സ് ചെയ്യാം നമുക്ക്. ഈ പറയുന്ന നമ്മളുടെ വേറൊരു USP തന്നെ നമ്മൾ അജിനോമോട്ടോ ആഡ് ചെയ്യുന്നില്ല നമ്മളൊരു ഫുഡിലും. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം റൈറ്റ് എമൗണ്ടിൽ ഈ ഫ്ലേവേഴ്സ് തന്നെ മതി. ഒരു ബേസ്റ്റ് ഓഫ് ഫ്ലേവേഴ്സ്. ഒരു പാനിപൂരി അകത്തിടുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഫ്ലേവറും എക്സ്പീരിയൻസ് ചെയ്യാം. തീക്ക മീറ്റ് എവറിത്തിങ് ഇസ് ഗോയിങ് അല്ലേ? അപ്പൊ ആ ഒരു സാധനം ഈ നോർത്ത് ഇന്ത്യൻ ക്യൂസിൻ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ് ഫോർ യു ടു ഇപ്പോൾ നേരത്തെ ജയ്പൂർ പോയ കാര്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു റിസർച്ച് നടത്തേണ്ടത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? ബിക്കോസ് നമ്മുടെ റൂട്ട്സ് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് അല്ല. അപ്പോൾ അവരുടെ ഒതന്റിക് ഫ്ലേവർ നമ്മൾ കൊണ്ടുവരണേ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അവരെ നമുക്കുള്ള ആകെ അഡ്വാൻറ്റേജ് തന്നെ പേരൻസ് അവിടെയാണ് പഠിച്ചത്. അമ്മ നോർത്തിലായിരുന്നു, അമ്മ രാജസ്ഥാനായിരുന്നു 10-12 ഇയേഴ്സ് ആയിട്ട്. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്നാണ് നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടിയത്. അമ്മ സാമ്പാർ വെച്ചാലും നോർത്ത് ഇന്ത്യൻ കറി, അമ്മ കുക്കിംഗ് ഒക്കെ പഠിച്ച അവിടെ നിന്നാണ്. അപ്പം അമ്മ ഒതന്റിക്, അമ്മ ആലു പറാത്ത, അമ്മയുടെ ആലു പറാത്ത കഴിച്ച് നമ്മൾ ഭയങ്കര ആലു പറാത്ത ഫാൻസാണ്. അപ്പം അങ്ങനെ നമുക്കൊരു എക്സ്പോഷർ ഉണ്ട്. പ്ലസ് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരുപാട് വർക്ക് ചെയ്യണം. എസ്പെഷ്യലി ഇപ്പം നമുക്കൊരു നമ്മുടെ ഒതന്റിക് ഫുഡ്, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചോറും കറി അതൊക്കെ നമുക്ക് പറ്റും. ബിക്കോസ് നമ്മളത് കഴിച്ച് വളർന്നവരാണ്. അല്ലാതെ പോകുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യണം. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണം. നമ്മളത് എവ്രി ഇയർ വി മേക്ക് ഷുവർ നമുക്ക് എന്തെങ്കിലും അതിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും കിട്ടണം. പിന്നെ ഒബ്വിയസ്ലി ഈ ചാർട്ട്സ് മലയാളീകരിച്ച് പോയാൽ കുറച്ച് ബോറാണ്. അപ്പൊ അതിന്റെ ആ ഒരു കറക്റ്റ് ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻസിനെ തന്നെ ഹയർ ചെയ്തതും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി. അതിന്റെ ആ ഒരു കംപ്ലീറ്റ് എസൻസിൽ സാധനം വരണം ടേബിളിലേക്ക്. ഒരു ഡിഷ് എനിക്ക് ട്രൈ ചെയ്യണം എന്നുള്ള അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഡിഷസ്. ഇപ്പൊ ഇനി ഒരു തായ്ലൻഡ് ട്രിപ്പ് പോകുന്നുണ്ടോ? അപ്പൊ എനിക്ക് ക്രോക്കഡൈൽ മീറ്റ് കഴിച്ചു. അത് കുറേ ഉണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ. ഫുഡ് അങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ്. ഇതുവരെ എടുത്തു വെച്ച് കണ്ടിട്ടില്ല, പക്ഷെ കുറെ മീംസിലൊക്കെ കണ്ടിട്ടുണ്ട്. ആളെന്തിനു കിട്ടിയാലും പോയിരിക്കും. എല്ലാത്തിലും ശരിക്കും ഭയങ്കര യമ്മിയാണ്. നമുക്ക് കുറെ ട്രൈ ചെയ്ത് പോകുമ്പോൾ ഭയങ്കര രസമാണ്. എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും ഈ സാധനം കൊള്ളാമല്ലോ. വീഗൻ മീറ്റ്സ് എന്ന് പറയുന്നത് പുതിയൊരു നീഷ് കാറ്റഗറി ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്യൂച്ചർ നിങ്ങളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒരു നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് നമുക്ക് കുറെ കൂടി ആൾക്കാർ സാലഡ്സ് ചോദിക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയി. പണ്ടത്തെക്കാൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, ഇതിൽ എത്ര അവർക്ക് തന്നെ പറയാൻ അറിയാം ഇപ്പൊ എത്ര കലോറീസ് ഉണ്ട്, എത്ര ഇതുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ ചായയിലും കാപ്പിയിലും വിത്തൗട്ട് ചോദിക്കുന്നവർ ഒരുപാട് കൂടി. അപ്പൊ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ലൈക്ക് ആൾക്കാർ കുറെ കൂടി കോൺഷ്യസ് ആണ്, അവരുടെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ കൂടി കിട്ടിയത് അങ്ങനെയാണ്. വി ആർ ഓൾസോ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഹെൽത്തി ചാർട്ട്സ്. അത് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. അപ്പം ഇതുപോലെ അങ്ങനെ ഒരു തോട്ട് തന്നെ വരാൻ കാരണം ഇറ്റ്സ് മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ഇതുപോലെ വീഗൻ ഫുഡ്, അതുപോലെ ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ചുകൂടി ചൂസി ആയിട്ട് കഴിക്കുമ്പം ദേ വോണ്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് വേണം നമ്മളുടെ ഷോപ്സിലെന്ന് തോന്നി ചാർട്ടിന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി നിങ്ങളെപ്പോലെ തന്നെ നമ്മുടെ ചാനലിൽ അറിയാലോ, നമ്മൾ ബ്രാൻഡ് സ്റ്റോറീസ്, ബിസിനസ് ഐഡിയാസ്, ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അനിമാൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ 2 ലേഡി എന്റർപ്രണേഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ അറൗണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് 50 lakhs ആയിരുന്നു. പക്ഷെ ഇപ്പം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 500 crores ആണ്. അപ്പോൾ അതുപോലെ മടുക്ക കഫേയും വളരട്ടെ, വളർന്ന് വലുതാവട്ടെ. അപ്പം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് വലുതായി കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരാളെ ബ്രാൻഡ് അംബാസിഡർ ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരെ ചൂസ് ചെയ്യും?
കേരളത്തിൽ നിന്ന് റൈറ്റ് സെലിബ്രിറ്റി ഫുഡ് ആണെങ്കിലും നമുക്ക് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആരെയും ചൂസ് ചെയ്യാം. ശരിക്കും അതൊരു ഇമ്പോർട്ടന്റ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? ബ്രാൻഡ് മനസ്സിൽ കണ്ട പക്ഷെ നിങ്ങൾക്ക് സജഷൻ തരാൻ വിചാരിച്ചത് ഫിറോസ്കരായിരുന്നു. അതെ ക്ലൂ ഉണ്ടോ എന്നൊക്കെ. നമുക്ക് അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യൻ അംബാസഡർ എൻ്റെ കർത്താവ് വല്ലാത്തൊരു ബിസിനസ് പല രീതിയിലുള്ള പ്രിപ്പയർഡ് അല്ല. നമുക്ക് മലയാളി എന്ന് പറയുമ്പം മലയാളി ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇപ്പം ഏറ്റവും പ്രിയപ്പെട്ട പേളി ചേച്ചീനെ, പേളി മാണി, ബിക്കോസ് നമ്മൾ ഇങ്ങനെ കാണാറുണ്ട് ആളുടെ സ്ഥിരമായിട്ട്. അപ്പം അതിൽ പുള്ളിക്കാരത്തി തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പാനിപൂരി ബേൽപൂരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. അപ്പം ലൈക്ക് വി ലവ് ദാറ്റ്, നല്ല ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീ ഈസ് എ വെരി സക്സസ്ഫുൾ ഇൻഫ്ലുവൻസർ. ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ സ്റ്റോറീസ് ഒക്കെ കുറെ സ്ഥലങ്ങളിൽ ഫീച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പം മാതൃഭൂമിയിലെ ഹിന്ദുവിലും പിന്നെ വനിതയിൽ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഫീച്ചർ ചെയ്തത് കൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിങ്ങനെ പിച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് അതിലേക്ക് പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ നമുക്കും ഒരു ഭയമുണ്ട്. ബിക്കോസ് നമ്മളിതൊന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാതെ വന്നതുകൊണ്ട് സ്റ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു സക്സസ്ഫുൾ ആയി എന്നൊന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മള് പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റർ അപ്രോച്ച് ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രൊസീഡ് ചെയ്യാതെ ഒരുപാട് പേരുള്ളപ്പോൾ നമ്മൾ ഒന്നുകൂടെ അതെ, കാരണം ഇനിയും നമ്മൾ നേരെ നിന്നിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാന്നുള്ളതാണ് ഒരു ഐഡിയ. അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടി ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതെ. അപ്പൊ നിങ്ങള് സിസ്റ്റേഴ്സിൽ ആദ്രയാണ് യങ്ങർ. അപ്പം ഇനിയിപ്പം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ചുള്ള എഡ്യൂക്കേഷനൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്? അതെ അതെ, ഞാൻ ഇംഗ്ലീഷ് ആയിരുന്നു എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത ഇംഗ്ലീഷിലാണ്. ആദ്യത്തെ പ്ലാൻസേ അല്ല. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഡ്ക സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഇയർ ചെയ്യുമ്പോഴാണ്. അപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ചേച്ചിയുടെ കൂടെ ജോയിൻ ചെയ്ത ശേഷമാണ് എനിക്കിതിൻ്റെ ഈ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണത്. അപ്പോൾ അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ പയ്യെ എൻ്റെ ഡിറക്ഷൻ തിരിച്ചു. ഞാനിപ്പം MBA ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റിൻ്റെ കോച്ചിങ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകും. ഓക്കെ, ഇൻ എ നട്ട്ഷെൽ ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള? എനിക്ക് തോന്നിയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ചെറിയൊരു കാര്യത്തിൽ നമുക്ക് പെട്ടെന്നൊരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എവറി ഡേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ദാറ്റ് ഈസ് എ പോസിബിൾ തിങ്. അത് ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യമാണ്. ഐ ഹാവ് എ ഡയറി. ഞാൻ അതിൽ നോട്ട് ഡൗൺ ചെയ്യും. ഒരു മന്തിൽ എനിക്ക് ഇത്ര ചേഞ്ചസ് വരുത്തണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു കട്ട്ലറി ഹോൾഡർ മാറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ ടേബിളിൽ നമ്മൾ ചിലപ്പം യൂസ് ചെയ്യുന്ന ടിഷ്യൂൻ്റെ ക്വാളിറ്റി ചേഞ്ച് ചെയ്തതായിരിക്കാം. ഇതുപോലെ വളരെ ചെറുതായിരിക്കാം. പക്ഷേ പെട്ടെന്നൊരു വലിയ ചേഞ്ച് വരുത്തുന്നതിലും പയ്യെ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുന്നത് നന്നായിരിക്കും. പിന്നെ എല്ലാത്തിനും ഭയങ്കര ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും മതി, ബട്ട് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് എന്നുള്ളൊരു കാര്യം. ദാറ്റ് ഈസ് എ മസ്റ്റ്. പിന്നെ ഒരു പേർപ്പസ് വേണം. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ചൊരു പേർപ്പസ് വേണം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഐഡിയ മനസ്സിൽ കിട്ടിയാൽ ഐ വർക്ക് ഓൺ ഇറ്റ്. എനിക്ക് രാത്രി ചിലപ്പോൾ ഉറങ്ങാൻ പറ്റില്ല, അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എവറി ഡേ രാവിലെ എണീക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നുള്ളതിന് ഒരു പേർപ്പസ് വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. പിന്നെ ഏത് ബിസിനസ് ആണെങ്കിലും ആ ഒരു ബാലൻസ് വേണം. വർക്ക് ലൈഫ് ബാലൻസ് മാൻഡേറ്ററി ആണ്. അത് ഏത് ബിസിനസ് ആണെങ്കിൽ ഏത് സ്ട്രീമിലാണെങ്കിലും നമ്മുടെ വർക്ക് അതേപോലെ തന്നെ നമ്മുടെ ഒരു മീ ടൈം കണ്ടുപിടിക്കണം. അപ്പം മഡ്ക നിങ്ങൾക്ക് എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് ഒരു 5 years ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മഡ്കേനെ എങ്ങനെ കാണാൻ പറ്റും? ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ബ്രാഞ്ചിങ് ഔട്ടാണ്. ഡെഫിനറ്റ്ലി വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇപ്പം നമ്മൾ ഉടനെ തന്നെ ഒരു ബ്രാഞ്ച് ഔട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും അതിന് ടൈം എടുക്കാൻ കാരണം നമ്മൾ വീണ്ടും കുറച്ചുകൂടെ കാര്യങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും തുടങ്ങി. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ തന്നെ പിച്ച് വെച്ച് നടക്കുന്നൊരു ഫീൽഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഉറച്ചു നിൽക്കാനുണ്ട്. ആൻഡ് ദെൻ വിൽ ഡെഫിനറ്റ്ലി സീ ടു ഇറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു 5 വർഷത്തിൽ ഞങ്ങളുടെ ആഗ്രഹപ്രകാരം നമുക്ക് ഒരുപാട് ഔട്ട്ലെറ്റ്സ് വേണമെന്നാണ്. നോട്ട് ജസ്റ്റ് ഇൻ കേരള, മൊത്തത്തിൽ നമുക്കൊരു വൈഡ് സ്പ്രെഡ് നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും ഹൈറ്റ്സിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ മനസ്സിനൊരു വലിയ ശക്തിയുണ്ട്. ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പം ഞാൻ റീസെന്റ് നോട്ടീസ് ചെയ്ത ഒരു റെസ്റ്റോറന്റ് ആണ് കഫേ സുലൈമാൻ. ഷാഫിക്ക ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇവിടെ നമ്മൾ 16-17 സമയത്ത് വന്ന അപ്പോഴാണ് കഫേ സുലൈമാനി വരുന്നത്. അതിന്റെ തൊട്ട് മുന്നേ ഇപ്പം പുള്ളി എക്സ്പാൻഡ് ചെയ്ത് ഇപ്പോൾ തെലങ്കാനയിലും കർണാടകയിലും ഒക്കെ ആയിട്ട് എക്സ്പാൻഷൻ ഒക്കെ പോസിബിൾ. അപ്പോൾ
ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മടിക്കണേ. ചാച്ച ആയതുകൊണ്ട് നമുക്ക് ഒരു മാർക്കറ്റ് സ്റ്റഡി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പോസിബിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നല്ല പോസിബിലിറ്റി ഉള്ള ഒരു പുറത്തും ഓഫ് കോഴ്സ് പുറത്തും തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോയാലും നമ്മൾ ആദ്യം ട്രൈ ചെയ്യുക ചാട്ടായിരിക്കും. അത് ഈ ലോകത്തിൻ്റെ ഏത് കോണ അവിടെ ചാട്ട് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവിടുത്തെ പോസിബിലിറ്റി എന്താണെന്ന് അറിയാൻ നമ്മൾ അവിടുത്തെ മാർക്കറ്റ് സ്റ്റഡി മസ്റ്റായിട്ടും ചെയ്ത് നോക്കാറുണ്ട്. പിന്നെ ആസ് എ കസ്റ്റമർ എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുഡ് എന്ന് പറയുന്നത് അത് ഡെഫിനറ്റ്ലി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. വേറെ പല സ്ഥലത്തുനിന്ന് നമ്മൾ ട്രൈ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നോർത്തിലൊക്കെ കുറച്ച് ചുരുങ്ങിയ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം അവിടുത്തെ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളാ പറഞ്ഞ ഒരു കേരള ടച്ച് ഉണ്ടല്ലോ, നമ്മളെ കാലിക്കറ്റ് ടച്ച് കൊണ്ടുവന്നിട്ട് അതിനെ ചെറിയ രീതിയിൽ ഓൾട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സോള് പോയിട്ടുമില്ല, പക്ഷേ ഇറ്റ് സ്റ്റിൽ ടേസ്റ്റ് ഗുഡ് എന്നുള്ള രീതിയിൽ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇനി എന്നെ കൊണ്ട് കഴിയുമോ, ഞങ്ങള് ഇതൊക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ നടക്കുമോ, അങ്ങനെയൊക്കെ കോൺഫിഡൻസ് ഇല്ലാത്ത, തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ടാവും, പ്രത്യേകിച്ച് ലേഡീസ് ഒരുപാടുണ്ടാവും. അപ്പൊ നിങ്ങൾ നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള 2 ലേഡി എന്റർപ്രൈസാണ്. എന്താണ് നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഇപ്പം എനിക്ക് മനസ്സിലായിടത്തോളം കാലിക്കറ്റ് ഒരു വലിയ ബിസിനസ് അറിഞ്ഞിട്ട് ഫുഡ് ബിസിനസ്സിലേക്ക് വരണമെന്നില്ല. നല്ല ഭക്ഷണം നല്ല വൃത്തിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ കോഴിക്കോട്ടുകാർ അത് സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ബിക്കോസ് നമ്മളൊന്നും അറിയാതെ തുടങ്ങിയവരാണ്. ഞങ്ങളുടെ ആ ജെനുവിനിറ്റിയും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആത്മാർത്ഥത അത് അറിഞ്ഞിട്ടാണ് നമുക്കൊരു നല്ലൊരു ഡീസൻ, ഇപ്പോഴും നമുക്ക് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്, എവറി ഡേ വന്ന് ചായ കുടിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അതുപോലൊരു നല്ലൊരു ഡീസൻ കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് ഇനഫ്. പിന്നെ ഒരുപാട് ഒരു സാധനത്തിനെ കുറിച്ച് പഠിക്കുന്നതിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ എടുക്കുന്ന എഫേർട്ടാണ്. കാരണം ഒരുപാട് പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ ഇത്രയും നോളജ് നമുക്ക് തുടങ്ങുന്ന കാലത്തുണ്ടായാലും ഞങ്ങൾക്ക് ചിലപ്പോൾ തുടങ്ങാൻ പേടിയുണ്ടാവും. അപ്പോൾ ഒരുപാട് അതിനെക്കുറിച്ച് അറിയാൻ നമ്മളുടെ കോൺഫിഡൻസ്, നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവുക. അതിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയൊക്കെ അങ്ങ് ശരിയാവും. അതൊക്കെ അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ ഏജിലുള്ള ആളുകളെ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനും ഇത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ എല്ലാവരും ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ വൺസ് നമ്മളൊരു സക്സസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ അറിയില്ലേ, നമ്മളെ മറ്റേ ആളാണ് കയറിപ്പോയി എന്നൊക്കെ പറയും. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ഒരു ചില സ്ഥലങ്ങളിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇയാളെ കൊണ്ട് പറ്റിയല്ലോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 1 day ബിഫോർ നമുക്ക് അറിയുന്ന ഒരു ആള് വന്ന് കഫേയിൽ വന്നിട്ട് അയ്യോ നിങ്ങൾ ഇതൊക്കെ തുടങ്ങിയാൽ ശരിയാവോ, എത്രയോ പ്രാവശ്യം പിന്നീട് നമുക്ക് ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. പിന്നീട് അയാൾ വരുന്ന സമയത്ത് പല സമയത്തും നമുക്ക് സീറ്റ് നമ്മൾ നേരിട്ട് ഇടപെട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുണ്ട്. ഇനീഷ്യലി കല്ലുകടി ഉണ്ടായിട്ടുണ്ട് കുറേ പേർക്ക്, അഭിപ്രായങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് പരിചയത്തിലുള്ള കുറെ പേര് മക്കളെ ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ വിടരുത് കേട്ടോ, ഓരോ കല്യാണം കഴിപ്പിച്ച് പെട്ടെന്ന് കെട്ടിച്ചിടണം, പിന്നെ ഇങ്ങനെ കയറി വിടാൻ പോയ ഒരു കല്യാണം ഒന്നും വേണ്ടാന്ന് പറയും കേട്ടോ. അതൊക്കെ അങ്ങനെയൊക്കെ എൻ്റെ ഫാദർ കുറെ കേട്ടിട്ടുണ്ട്. അപ്പം ആൾക്കങ്ങനെ അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ പ്രഷേഴ്സും അവർ കേൾക്കേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും നമ്മൾക്കും വന്നിട്ടുണ്ട് ആ പ്രഷേഴ്സ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളത് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ദിസ് ഇസ് ഓൾസോ പോസിബിൾ. ഇങ്ങനെ ഇതിന് ഇത്ര ഒരു ഡെഡിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് ഔട്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ it's going good. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഇപ്പോൾ ഒരു ലെവൽ ഓഫ് സക്സസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊന്ന് സൊസൈറ്റിയിൽ ഒരു ചെറിയ ഷിഫ്റ്റ് ഉണ്ട്. ഇരിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ വുമൻ ഓൺട്രപ്രനേഴ്സ് ആണ്, ചെറിയ ഏജ് ആണ് നിങ്ങൾ. അപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ബിസിനസ്സസ് ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ നേരത്തെ ചിത്ര പറഞ്ഞ പോലെ കല്യാണം എന്നുള്ളതല്ല അൾട്ടിമേറ്റ് തിങ് ഒരു വുമനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മൈൻഡിൽ എന്തെങ്കിലും പ്ലാനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഓൺട്രപ്രനോറിയൽ മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് നിങ്ങളുടെ ഒരു അഡ്വൈസ് എന്തൊക്കെയായിരിക്കും? നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രോ ആൻഡ് ലെറ്റ് ഗ്രോ എന്നാണല്ലോ. അപ്പം ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ട് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നമ്മൾ പയ്യെ ചെയ്ത് തുടങ്ങിയപ്പം ഇത് വർക്ക് ആയപ്പോഴാണ് നമ്മൾ അതിന് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് റേസ് ചെയ്യാന്ന് വിചാരിച്ചത്. ഇപ്പം നമ്മൾ റൈറ്റ് നൗ ഒരു ബേക്കറായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, പഫ് ആൻഡ് പൈ എന്ന് പറഞ്ഞിട്ട്. വി ഇൻട്രൊഡ്യൂസ് 2 സ്വീറ്റ്സ്. അപ്പം ദാറ്റ് ഈസ് ഗോയിങ് ഗുഡ് ദർ. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് മഡ്കയിൽ കുറച്ച് സ്പേസ് ഉണ്ട്. സോ വി തോട്ട് ഓഫ് കൊളാബറേറ്റിംഗ് വിത്ത് യങ് ഓൺട്രപ്രണേഴ്സ്, യങ് എന്നല്ല ലൈക്ക് വിമൻ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം അവർക്ക് ചെറിയ സ്മോൾ ബിസിനസ് ആയിരിക്കും, ചിലപ്പോൾ അവർക്കൊരു പ്ലാറ്റ്ഫോം ലാക്ക് ചെയ്യുന്നുണ്ടാവാം, പബ്ലിസിറ്റി ലാക്ക് ചെയ്യുന്നുണ്ടാവാം. അപ്പം നമുക്കൊരു കൈ സഹായം, ബിക്കോസ് വി ഹാവ് ഒരു ഡീസൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമുക്ക് നല്ലൊരു ക്രൗഡ് വന്ന് പോകുന്നുണ്ട് അവിടെ.
അപ്പം അവർക്ക് ഒന്ന് അവരുടെ പ്രോഡക്റ്റ് ഒന്ന് എക്സിബിറ്റ് ചെയ്യാനോ ചിലപ്പോൾ അവരുടെ ലേബിൾ ഒന്ന് മനസ്സിൽ പതിക്കാം കസ്റ്റമേഴ്സിന്. അപ്പം അങ്ങനത്തെ ഒരു അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട് വി ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ്. അപ്പം ഒരു കൊളാബറേഷൻ വിത്ത് ഓൺടർപ്രണേഴ്സ്. അപ്പം മേ ബി വീക്ക്ലി ഒരു വീക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മന്തിലേക്ക് ദേ ക്യാൻ ഡു ദിസ് ലൈക്ക് റെൻ്റൽ ബേസിസിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് പേഴ്സണൽ ബേസിസിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മേ ബി നമ്മളുമായിട്ട് ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ കൊടുക്കും, മറ്റു വരുന്ന കസ്റ്റമേഴ്സിന് ഡിസ്കവർ ദെയർ പ്രോഡക്റ്റ് എന്നിട്ട് പർച്ചേസ് ചെയ്യാം. ആ ഒരു പ്ലാറ്റ്ഫോം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങൾക്ക് സ്റ്റഡി ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുമ്പം അവർ ചെയ്യുന്ന ഒരു സ്മോൾ ബിസിനസ്സിന് നമ്മളുടെ ഭാഗത്തു നിന്ന് ആ ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് നമ്മളൊരു പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ തോന്നുന്നത്. ഇതല്ലാതെ ഇപ്പോൾ നോർമലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓൺട്രപ്രണർ, ഐ മീൻ വിമൻ ഓൺട്രപ്രണറിന് എന്ത് അഡ്വൈസ് ആണ് കൊടുക്കുക? 18ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുടെ അടുത്തുനിന്ന് വാലിഡേഷന് പോകണ്ട, നമ്മളുടെ സെൽഫ് ആ ഒരു സംഭവത്തിൽ അങ്ങ് പോയാൽ മതി. ഒരുപാട് പേരോട് ചോദിച്ച് അവർ സമ്മതിച്ചാൽ അവരുടെ അഭിപ്രായം കേൾക്കാൻ നിൽക്കേണ്ടത്. നമ്മുടെ സൊസൈറ്റി മാറി തുടങ്ങിയിട്ടുണ്ട് ഓഫ് കോഴ്സ്, പക്ഷെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ എല്ലാ ഡ്രോബാക്സും ഉണ്ടാവും. റെസിലിയൻസ് ഇപ്പം വീണാലും എണീറ്റ് നിൽക്കാൻ ഉള്ള ഒരു ബിസിനസ് ഇസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. അത് ഇങ്ങനെ പോവില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് തിങ്. അപ്പോൾ ഗ്രാഫ് അങ്ങനെയാണ്. അപ്പം അതിനെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് മൗൾഡ് ആവുക. അഡാപ്റ്റബിലിറ്റി. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്സ് നമ്മൾ ഇപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് ആണെങ്കിൽ അതെടുത്ത് അതിനനുസരിച്ച് നമുക്കൊരു ഓൾട്രേഷൻ കൊടുക്കാൻ പറ്റില്ല. ഞാനിത് ചെയ്യണം, എനിക്ക് ഇതന്നെ പറ്റുള്ളൂ എന്നുള്ളതിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാനും നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതെ, ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യുക, അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ആ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുക ഗ്രോ ചെയ്യാൻ. പക്ഷേ ദ സെയിം വേ യു ഷുഡ് ഓൾസോ ബി ഫ്ലെക്സിബിൾ അക്കോർഡിംഗ് ടു ദ കസ്റ്റമർ നീഡ്സ്. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, ഇപ്പോൾ ആസ് ഓൺട്രപ്രണേഴ്സ് നമ്മൾ 2 ഇയേഴ്സായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മന്ത് ഓവർ മന്ത് ഗ്രോത്ത് കാണുമ്പോൾ ഒബ്വിയസ്ലി ആർക്കായാലും ഹാപ്പിനെസ് ആണ്. അപ്പോൾ അതല്ലാതെ ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ അല്ലാതെ നിങ്ങൾക്ക് വേറെ ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് വരുന്നത് നമ്മളിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈക്ക് ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഗ്രോ ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഐ സെഡ്, ഒരു ടീമിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞല്ലോ ബിസിനസ്സിൽ. അതുപോലെ തന്നെ നമുക്കിപ്പം ഒരു ഫാമിലി, ലിറ്ററലി ഒരു ഫാമിലി ഉണ്ട് നമ്മുടെ സ്റ്റാഫ് സൈഡിൽ നോക്കുമ്പം. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കിച്ചൺ ഹെഡ് സ്റ്റാഫായിട്ട് വന്നതാണ്. ഡാർജിലിംഗ് സ്റ്റാഫായിരുന്നു പുള്ളിക്കാരി. ലേറ്റർ ഓൺ ആളുടെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നു. ഇവിടുന്ന് ഷി ഗോട്ട് പ്രഗ്നൻറ്റ്. ഇപ്പം നമ്മളാണ് ആ ബേബിയുടെ ഫുൾ കാര്യം ടേക്ക് കെയർ ചെയ്യുന്നത്. അപ്പം ആ വാവ ജനിച്ചത് നമ്മൾ ഫുൾ മഡ്കയുടെ ഫാമിലിയിലേക്ക് വന്ന് ജനിച്ചപ്പോൾ അതൊരു ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ്. അപ്പം ആ കുട്ടിയുടെ ഓരോ ഗ്രോത്തും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ഭാഗം കാണുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ റെസ്പോൺസിബിൾ ആണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ ഒരു വർക്കിംഗ് സ്പേസിന് അപ്പുറം അതൊരു ഫാമിലി അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ എല്ലാ സ്റ്റാഫ്സിനും അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്. ഇപ്പം ആൾക്കാണെങ്കിലും ലൈക്ക് ആളുടെ പ്രഗ്നൻസി ടൈമിൽ ക്യാരി ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ ആൾക്കൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്യുന്ന കാണുമ്പോൾ അതിൻ്റെ ഒരു മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം അത് വേറൊന്നും തന്നെ. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ കണ്ട്, കാരണം ഇപ്പം അവർ അതുപോലെ ബോണ്ടായി സ്റ്റാഫ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ വർക്കിംഗ് പ്ലേസ് ഫോർ ദം. അവർക്ക് അവിടെ ചേച്ചീനെ കിട്ടി. സ്റ്റാഫ് എന്നുള്ള രീതിയിൽ അല്ല, നമുക്കും അവർ നമ്മളെ ആ ഒരു കണ്ണിലാണ് കാണുന്നത്. നമ്മളും അവരെ ആ ഒരു വർക്ക് സ്പേസിൽ കിട്ടുന്ന ഒരു പീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Anyway, so it was a great podcast. Huge respect and admiration. ഈ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും ഒരു 2 ഇയർ കൊണ്ട് ഇങ്ങനത്തെ ഒരു അച്ചീവ്മെന്റ് ലെവലിലേക്ക് എത്താൻ പറ്റിയ, അപ്പോൾ ഒരുപാട് ഇത് കാണുന്ന ഒരുപാട് ആളുകൾക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. സോ താങ്ക് യു സോ മച്ച് ഫോർ സിറ്റിംഗ് വിത്ത് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് us. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇനിയും നമ്മുടെ പോഡ്കാസ്റ്റ് കൂടുതൽ മികച്ചതാക്കാനുള്ള നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അതുപോലെ തന്നെ അടുത്തത് ആരെയാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് കൊണ്ടുവരേണ്ടതെന്നും നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.